ട്രിവാൻഡ്രം മണ്ണിൽ നിന്നും മില്യൺ കണക്കിന് ആൾക്കാരുടെ മൊബൈലിൽ ഫീഡിൽ ചെന്ന് ഡാൻസ് കളിച്ചും ക്യൂട്ട്നെസ് വാരി വിതറിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ് ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാൻ പോകുന്നത്. ശരിക്കും അങ്ങനെ പറഞ്ഞാൽ തീരില്ല. റീൽ ക്വീൻ അങ്ങനെ വേണം പറയാൻ. ഈ അടുത്തിടയ്ക്ക് ഇങ്ങനെ ഒരു ലേബലും കിട്ടി. അതെ, അടുത്തിടയ്ക്കല്ല, പറഞ്ഞപ്പോ കുറച്ച് റീസെന്റ്. നിനക്ക് നീ ഇന്ന് ഭയങ്കരമായിട്ട് മേക്കപ്പ് ചെയ്താ എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. എനിക്കത് തീരെ ഇഷ്ടപ്പെടില്ല. വന്ന നേരം ഫേസ് വാഷ്, പൗഡർ, എന്നിട്ട് നമ്മുടെ അർബൻ സ്പേസിൽ നമ്മുടെ പാവങ്ങളുടെ നമ്പർ 1 പോഡ്കാസ്റ്റ് സ്ഥലമായിട്ടുള്ള ഇവിടുത്തെ മെയിൻ വ്യക്തിയായിട്ടുള്ള GM വിളിച്ച് അവനെയും കൊണ്ട് പൗഡർ ഇടിപ്പിച്ച് അതുപോലെ തന്നെ മുഖവും കഴുകി. എന്തിൻ്റെ ആവശ്യം? ഞാൻ കണ്ടില്ലേ എന്ത് സാധാ ഒരു മുഖംമൂടി പോലും നിങ്ങൾ വെറ്ററൻ പ്ലെയർ, ഞാൻ കമ്മിങ് പ്ലെയർ. അതുകൊണ്ട് അത് ഞാൻ കല്യാണം കഴിഞ്ഞോണ്ട് പ്രശ്നമില്ല. നീ ഇനി കല്യാണം കഴിക്കാത്തതുകൊണ്ട് നീ ഇങ്ങനെ മേക്കപ്പ് ചെയ്തിരിക്കാന്നല്ലേ. അമല ഷാജിയാണ് ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. യെസ്. അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. കുറെ അധികം തിരക്കുകൾ. അമലയും ഞാനുമായിട്ടുള്ള ഒരു കണക്ഷൻ പറഞ്ഞുതരാം. അമല ഒരു ഹൈ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അന്ന് വൈകിട്ട് റിപ്ലൈ കൊടുക്കും. പക്ഷെ ആ റിപ്ലൈക്ക് മറുപടി വരുന്നത് 4 ദിവസം കഴിഞ്ഞിട്ടാണ്. കാരണം അത്രയും തിരക്കുള്ള ഒരാളാണ്. ഇല്ലല്ല, ശരിയാണ്. കാരണം അമല അത്രയും തിരക്കുള്ള ഇടയിൽ നമ്മൾ കുറേ തവണ ഈ പോഡ്കാസ്റ്റ് പ്ലാൻ ചെയ്തിരുന്നതാണ്. അമല വരും എന്ന് പറഞ്ഞിട്ട് ചില സമയം തിരക്കുകൾ അമലയ്ക്ക് ഇടയ്ക്ക് വയ്യാതായി അല്ലേ, പ്രശ്നങ്ങളൊക്കെ ആയി. പിന്നെ നമ്മൾ ലാസ്റ്റ് പ്ലാൻ ചെയ്തിരുന്ന ഇലക്ഷൻ ടൈമിലായിരുന്നു അമല വരാൻ വേണ്ടിയിട്ട്. അമല, അപ്പോൾ എന്തായാലും പാവങ്ങളുടെ നമ്പർ 1 പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഹായ് ഗൈസ്. സന്തോഷം. റീൽ ക്വീനാണ് എത്തിയിരിക്കുന്നത്. ശരിക്കും ഞാനൊരു ഇൻട്രോ ഉണ്ടാക്കി ഇവിടെ പറഞ്ഞു. ശരിക്കും അങ്ങനെയാണ്, റീൽ ക്വീനാണ്. അപ്പോൾ സ്വന്തമായിട്ടൊരു ഇൻട്രോ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അമല ആരാണ്? അമല ഷാജി ശരിക്കും ആരാണ്? നമുക്ക് വേണ്ടിയിട്ടൊരു ഇൻട്രോ ഇങ്ങോട്ട് പറഞ്ഞുതരും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഈ ഷോർട്ട് വീഡിയോ റീൽസ് അതിലൂടെ എല്ലാവർക്കും അറിയാം. ബട്ട് കുറേ നാൾ മുന്നേ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മറ്റേ ട്രോൾസ് അങ്ങനെ കൂടുതൽ എന്തെങ്കിലുമൊക്കെ അറിയുന്നത്. പിന്നെ ഞാനൊരു ഇൻഫ്ലുവൻസറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്ത് ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് ചോദിക്കും. പക്ഷെ അതിനേക്കാളും ബെറ്റർ ആയിട്ട് പറയാൻ പറ്റിയത് ഒരു റീൽ ക്രിയേറ്റർ എന്നാണ്. മീൻസ് ഞാൻ ഡാൻസിങ്, പിന്നെ ലിപ്സിങ് വീഡിയോസ്, അങ്ങനെ റീക്രിയേഷൻസ്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും. ഈ സോഷ്യൽ മീഡിയയിൽ വരും മുന്നേ എന്തായിരുന്നു അമല? ഈ 12th ആ ഒരു സമയത്ത് ഇതിലേക്ക് വന്നു. അതിനെല്ലാം നോർമൽ പീപ്പിൾ. എവിടെയാ സ്ഥലം? എല്ലാം അറിയാം. ഞാൻ ഇവിടെ തന്നെയാ. യെസ്. തമിഴ് എങ്ങനെ കണക്ഷൻ വരുന്നത്? തമിഴ് എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു ഷോർട്ട് വീഡിയോ പ്ലാറ്റ്ഫോമിൽ വന്ന തന്നെ ടിക്ടോക്ക്. ഞാൻ കേറി വരുന്ന ടൈമിലാണ്. ദൈവത്തിന്റെ ബ്രാക്കാണോ എന്നറിയില്ല, മൊത്തത്തിൽ എനിക്ക് ചില്ലറ പൈസയൊക്കെ കിട്ടി തുടങ്ങുന്ന ടൈം അല്ലെ, കോയിൻ എന്തൊക്കെ ഉണ്ട്. അല്ല, അങ്ങനെയല്ല, അതിൽ ഒരു ലെവലുണ്ട്. അപ്പൊ അവര് നമുക്ക് ക്രൗൺ പോലെ തരും, ഫീച്ചേർഡ് ആവുന്നത്, അങ്ങനത്തെ സംഭവം. നമ്മൾ വിചാരിച്ചെന്ന് വെച്ചാൽ ടിക്ടോക്ക് ഫാം ഉണ്ടല്ലോ, ഒരു ടീം തന്നെ, നിങ്ങൾക്ക് കുറെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ, അത് മൊത്തത്തിൽ ഇല്ലാതായെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇവരെല്ലാരും ഈ എമിഗ്രേറ്റ് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് വരും അല്ലേ, മൈഗ്രേറ്റ് ചെയ്ത് വരും പോലെ. ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലോട്ടും വന്നു, പിന്നെ അവിടെയും കത്തി നിൽക്കുന്നു, മനസ്സിലായില്ലേ? അപ്പൊ നമ്മളവിടെ യൂട്യൂബിൽ കുറച്ച് നിങ്ങൾ യൂട്യൂബിലാ ഇൻസ്റ്റാഗ്രാമിലാ വന്നത്? പെട്ടെന്ന് എനിക്കന്ന് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അമൃതയുടെ ഒരു നിർബന്ധം കാരണം ഇൻസ്റ്റാഗ്രാം, നിങ്ങൾ ഈ കാണുന്ന ആ ഒരു അക്കൗണ്ട് തന്നെ തുടങ്ങിയത്. എനിക്കതൊന്നും ഇല്ലായിരുന്നു. ആണോ? അപ്പൊ ടിക്ടോക്കിൽ എങ്ങനെയായിരുന്നു? എനിക്കെല്ലാം ഭയങ്കര തകർന്നു എന്ന് പറയുമ്പോൾ 12th എക്സാം ആ ഒരു സമയത്താണ്. എക്സാം കഴിഞ്ഞ് വരുന്നു, വീഡിയോ എടുക്കുന്നു, രണ്ടുപേരുമായിട്ട് സിസ്റ്ററുമായിട്ട് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യുന്നു. അങ്ങനെയാ അതിട്ട് അടുത്ത ദിവസം കഴിയുമ്പോൾ മില്യൺസ് ലൈക്സ്. ഏറ്റവും കൂടുതൽ തമിഴ് സൈഡിൽ നിന്നാ കൂടുതൽ കമന്റ്സ്. ഈ വീഡിയോ തമിഴ് വീഡിയോസ് ആണോ കൂടുതൽ? തമിഴ് തന്നെ ചെയ്യുന്നത്. അങ്ങനെയാണോ തമിഴ്നാട്ടിലെ കൂടുതൽ ഫാൻസ്? അങ്ങനെ തമിഴാ കൂടുതലും ചെയ്ത തമിഴാ. സംസാരിക്കുമ്പോൾ തമിഴ് പറഞ്ഞുണ്ട് ചെറുതായിട്ട്. കൂടുതൽ നമ്മൾ അവിടെ തമിഴ് സംസാരിക്കും. അങ്ങനെ ഒരു കാര്യം ചോദിക്കട്ടെ, ആദ്യം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള ഒരു ടാഗ് ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. ഇതൊന്നും ആയിട്ടൊരു ബന്ധമുള്ള ഒരാളേ അല്ല. ഞാൻ സ്റ്റേജിൽ ഡാൻസ് കളിക്കാൻ ചെല്ലുന്നത് വിചാരിക്കും, എന്നെ പിടിച്ച് മാറ്റും, എന്നിട്ട് വേറെ ആൾക്കാർ കളിക്കും. എനിക്ക് അതിനൊരു സ്പേസ് തരാറില്ല ആരും. സോ ഭയങ്കര. അപ്പൊ അമലയുടെ അഭിപ്രായത്തിൽ ആർക്കാണ് ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള ടാഗ് കൊടുക്കാൻ പറ്റുന്നത്? ഇപ്പൊ എല്ലാവർക്കും ഒരു പാഷൻ ഉണ്ടായിരിക്കും, എല്ലാവർക്കും. ഇപ്പൊ ബ്രോക്ക് നമ്മൾ ഒരു കാര്യം ഫോക്കസ് ചെയ്യും, ചിലപ്പം അത് നടക്കണമെന്നില്ല. ബട്ട് അൺടിൽ അത് നടക്കും. നമ്മുടെ ആ ഒരു ഹാർഡ് വർക്കിങ്ങിൽ അതെല്ലാം ഉള്ളത്. പക്ഷെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു റീൽ ചെയ്ത് വരുമെന്നോ അല്ലെങ്കിൽ ആക്ടിങ്ങിന്റെ ഒരു സൈഡിൽ അങ്ങനെയൊന്നും എനിക്ക് ഇല്ലായിരുന്നു. ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറയാൻ പറ്റുമോ?
എന്നെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറയാൻ പറ്റില്ല. പറ്റൂല. എന്ത്? കാരണം ഞാൻ വന്ന ഒരു വഴി റേഡിയോ ജോക്കി വഴിയാണ്. അതൊരു ഇൻഫ്ലുവൻസർ പോലെ തന്നെയാണ്. ഇൻഫ്ലുവൻസർ റേഡിയോ ജോക്കി ഇൻഫ്ലുവൻസർ അതാണെങ്കിൽ എനിക്കിഷ്ടമാണ് അങ്ങനെ അറിയിക്കാൻ. കാരണം മൈക്കിലൂടെ പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഞാൻ പറ്റിച്ചല്ലേ ജീവിക്കുന്നത്. അപ്പൊ ഇൻഫ്ലുവൻസർ അല്ല. പറ്റിക്കാന്ന് നമ്മൾ ആ ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള ആ ഒരു വേർഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്തു ഒരു ക്വസ്റ്റ്യനാ, ബേസിക് ആയിട്ടൊരു ക്വസ്റ്റ്യനാ. സോ അതാണ് ഞാൻ പറഞ്ഞ റീൽ ക്രിയേറ്റർ ആണ്, ഞാൻ ഒരു ആക്ടർ പോലും ആയിട്ടില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, പക്ഷെ താങ്കൾ വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ട് എത്രയോ ഇൻസ്പയർ ചെയ്ത് ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടായിരിക്കാം. അപ്പൊ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇല്ല, ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. എൻ്റെ ഡാൻസ് കളിക്കാനായിട്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 10th പഠിക്കും, ഇങ്ങനെ മാറ്റി നിർത്തും. അപ്പം ഞാൻ ആലോചിക്കും ഇവരെന്താ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഡാൻസ് പഠിച്ചിട്ടൊന്നുമില്ല, ഞാൻ ഓരോരുത്തരുടെ വീഡിയോ കണ്ട് അങ്ങനെ ഒരു ഇതില്ല ഞാൻ ഡാൻസ് ഓരോ വീഡിയോസ് ചെയ്യുന്നത്. അത് ഇൻസ്പയർ ചെയ്ത് ടാഗ് ചെയ്ത് പിള്ളേരൊക്കെ ഇടുമ്പോൾ ഞാൻ ആലോചിക്കും ഓ നൈസ്, മനസ്സിലായി. സോ നമ്മളൊരു ഇൻസ്പിറേഷൻ ആവുക. ഓക്കെ, ആ ഒരു അനിയത്തിയാണോ അമൃത? സിസ്റ്ററാണ്, 2 വയസ്സ് ഇളയതാണ്. അനിയത്തി ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടാണ് ചേച്ചിയെ പോലെ തോന്നുന്നു. അമൃത ഭയങ്കര സപ്പോർട്ടീവ് ആണെന്ന് ഞാൻ പല ഇന്റർവ്യൂസിലും കണ്ടിട്ടുണ്ട്. അമൃതയാണ് ശരിക്കും വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് തരുന്നതെന്ന്. ആക്ച്വലി എൻ്റെ ഈ ഒരു 4.3 മില്യൺ ഫുൾ അമൃതന്റെ ഫുൾ സപ്പോർട്ടാണ്. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ എന്തെങ്കിലും റീല് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ എല്ലാ രീതിയിലും ഞാൻ ഓപ്ഷൻ ഞാൻ അവരോട് ചോദിക്കും ഇത് ചെയ്യാമോ ചെയ്തുകൂടെ, എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു തരും. അമലയുടെ ഒരു കാൽക്കുലേഷനിൽ ഈ 4.3 മില്യണില് എത്ര മില്യൺ മലയാളികൾ കാണും? അതില് നോർത്ത് ഇപ്പോ എല്ലാ സ്റ്റേറ്റിനും ആൾക്കാരുണ്ട്, അതിൽ നിന്ന് എല്ലാത്തിനും ഉണ്ട്. സൗത്ത് സൈഡ് നോക്കുകയാണെങ്കിൽ അതുണ്ട്, ഉറപ്പായിട്ടുണ്ട്. വേറൊന്നുമല്ല ഞാനത് പറയാൻ കാരണം, നോർത്തിൽ നിന്ന് ഹിന്ദി സൈഡിൽ നിന്ന് പറയുന്നത് ഈ യൂട്യൂബ് ക്രിയേറ്റേഴ്സിൽ നിന്ന് തന്നെ, അയ്യോ ആ ഒരു ആളുടെ പേര് ഞാൻ മറന്നുപോയി, അവരൊരു 4 പേരാ, ബോയ്സാ. അവരിങ്ങനെ ഫുള്ള് ചുറ്റി നടക്കുന്ന വീഡിയോസാണ് ഇടുന്നത്. സോ അവര് ഡൽഹി പോയ സമയത്ത് അവിടെ എവിടെ നിന്ന് ഇങ്ങനെ കുറേ ഹിന്ദി ആൾക്കാർ നിൽക്കുന്നത്, അവരടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴും എൻ്റെ വാൾപേപ്പർ ഇട്ടേക്കുന്ന ആ ഒരു പയ്യൻ. അപ്പോൾ ആ ചേട്ടൻ ചോദിക്കാൻ ഏയ് നീ അമല ഷാജി ഫാനാ? ഇങ്ങനെ കാണിക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ എന്നെ ആൾക്കാരൊക്കെ ടാഗ് ചെയ്യുന്നിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു സിനിമയിലൊന്നും അങ്ങനെ അഭിനയിച്ചിട്ടില്ല. നോർമലി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് DP വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ബട്ട് ചെറിയ ആ ഒരു ടൈം, ചെറുതല്ല നല്ല വർഷം എടുത്തു എങ്കിലും ആ പണ്ടത്തെ ഒരു സ്നേഹം ഇപ്പോഴും അവർ കീപ്പ് ചെയ്ത് തന്നെ ആ ഒരു സ്നേഹം തരുന്നുണ്ട്. ഈ അമല ഈ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ ഫോട്ടോ DP ആയിട്ട് ഇട്ടിട്ടുള്ള എൻ്റെ വൈഫ്, എൻ്റെ ഉമ്മയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കാണുന്നത് യൂട്യൂബ് തുടങ്ങിയ ശേഷം മറ്റേ അമ്മിക്കുട്ടൻ പുള്ളിക്കാരൻ വീട്ടിൽ, അവനെ പറ്റി അറിയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അവൻ വീട്ടില് മതിൽ എന്റെ ഫോട്ടോ വരച്ചു വെച്ചിട്ട് ആരാധിക്കുന്നുണ്ടെന്ന് കേട്ടു. ഭയങ്കര രസമായിരുന്നു, ഭയങ്കര സന്തോഷം തോന്നി. അപ്പൊ ചിലപ്പോ ഈ അമല പറയുന്നത് ഞാൻ ഏതെന്ന് വെച്ചാൽ ചിലർ കേൾക്കും ഇത് ചുമ്മാ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ശരിക്കും എന്റെ ജീവിതത്തിൽ നടന്നൊരു സ്റ്റോറി ഞാൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞത്. കാരണം ഞാൻ അപ്പൊ വിചാരിച്ചു ഇത് തള്ളുകയാണോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കാണാൻ വേണ്ടി അവിടെ പോയപ്പോൾ മതിൽ ശരിക്കും എന്റെ ഫോട്ടോ വരച്ചു വെച്ചേക്കാം. അവൻ ഭയങ്കര ഫാനാണ്. ബ്രോവിനെ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ മഹിൻ മച്ചാൻ ഞാൻ ഇവരെയൊക്കെ പേര് അത് അങ്ങ് അവിടെ ഫുള്ളായി കഴിഞ്ഞു, ആർക്കും അറിയാം. റേഡിയോ ഭയങ്കര സംഭവമായിരുന്നു. ഈ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഷോ ആയിരുന്നു ക്ലബ് മേറ്റ്സ്. റേഡിയോയില് ക്ലബ് മേറ്റ്സ് എന്ന് പറയുന്നത് ഞാൻ സ്കൂളും കോളേജും എല്ലാം കേന്ദ്രീകരിച്ച് ഇങ്ങനെ പോവും ഓരോ സമയം ഓരോ ആഴ്ചകളിൽ. അപ്പൊ പോകുമ്പോ ഈ മച്ചാനെ എന്ന് പറഞ്ഞ വിളി അവിടെ നിന്നാണ് വരുന്നത്. ഈ പിള്ളേരൊക്കെ വന്ന് മച്ചാനെ എന്ന് പറഞ്ഞ് വിളിക്കും. അപ്പൊ അങ്ങനെയാണ് റേഡിയോയുടെയും മാഹിൻ മച്ചാൻ എന്ന് പറയുന്നത് പേര് വരാൻ കാരണം. ഇതേ അനുഭവം എക്സ് മേയർ ആയിട്ടുള്ള നമ്മുടെ ആര്യ രാജേന്ദ്രൻ, പുള്ളിക്കാരി ഇതേപോലെ കണ്ടപ്പോ ഞാൻ മേയർ ആയിട്ടുള്ള ടൈമില് ഞാൻ അന്ന് ഇങ്ങനെ പുള്ളിക്കാരി എടുത്ത് പോയപ്പോൾ ഹലോ മച്ചാനെ സുഖാണോ, ചേട്ടൻ പണ്ട് കാർമൽ സ്കൂളിൽ വന്ന ടൈമില് ഞാൻ അവിടെ ബാൻഡ് അടിച്ചുകൊണ്ടിരുന്ന ടൈമിൽ എന്നെ വന്ന് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോ ഞാൻ ഇങ്ങനെ ഈ ഒരു സ്പേസിൽ ഞാൻ ഒരു കാര്യം പറയാണ്. ബ്രോയ്ക്ക് എനിക്കൊരു ഭൂതകാലം ഉണ്ട് എന്ന് പറയുമ്പോ പേടിപ്പിച്ച എനിക്കതൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ 2022-23 നമ്മളെല്ലാവരും ഇവിടെ ലുലുവിൽ വന്നായിരുന്നു. ഇവിടെ ലുലു വന്ന സമയത്ത് സുഡിയോ ഉണ്ടല്ലോ, അവിടെ ബ്രോ ഇങ്ങനെ ബിൽ ചെയ്യാനായിട്ട് നിൽക്കുന്നു. അപ്പൊ നല്ല തിരക്കുണ്ട്. അപ്പോൾ ബ്രോവിനെ ഞാൻ കണ്ടു, ബ്രോവിനെ കണ്ടോന്ന് എനിക്കറിയത്തില്ല, ടിക്ടോക്കിനൊക്കെ ശേഷമാണ് കേട്ടോ ആ ഒരു സമയം തന്നെ. അപ്പോൾ ഇങ്ങനെ ബ്രോവിൻ്റെ അടുത്ത് ആൾക്കാരൊക്കെ വരുന്ന സംസാരിക്കുന്നു. അപ്പോൾ എനിക്ക് അമ്മയ്ക്ക് മനസ്സിലായി, അമ്മ പറഞ്ഞു തന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഓക്കെ നമുക്ക് മിണ്ടാം. അപ്പോൾ ഞാനിങ്ങനെ ഫോണെല്ലാം എടുത്തിട്ട് എനിക്ക് ടെൻഷനായി.
അങ്ങനെ ഞാൻ മിണ്ടാൻ വന്നത് ബ്രോ പോയി. ഉഫ്, മിണ്ടിക്കൂടെ മച്ചാനെ അന്ന്. ഞാൻ അമലയോട് ആ ചതി ചെയ്തല്ലോ ദൈവമേ. എന്നിട്ട് പുള്ളിക്കാരെ വിളിച്ചോടെ നമ്മളടുത്ത് വന്നു. സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല. എനിക്ക് തോന്നുന്നു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ബ്രോ ഇങ്ങനെ എന്തോ സാധനം വെച്ചിട്ട് ഇങ്ങനെയൊക്കെ നോക്കുന്നു. അപ്പൊ ആൾക്കാർ വന്ന് മിണ്ടുന്നു. അപ്പോൾ അവര് പോയിട്ട് മിണ്ടാന്നുള്ളൊരു പരിപാടിയായിരുന്നു ഞാൻ മനസ്സിൽ വിചാരിച്ചത്. ബട്ട് ബ്രോ പെട്ടെന്ന് പോയി. പോയി. ഇപ്പൊ നമ്മൾ മിണ്ടിയല്ലോ, ഇപ്പൊ എന്തായാലും മിണ്ടി. അച്ഛനും അമ്മയും കാണാൻ പറ്റിയില്ല, എൻ്റെ ഒരു വിഷമമുണ്ട്. ഇന്ന് വരുമെന്ന് വിചാരിച്ചു. വേറൊരു കാര്യം, ഈ ഫോട്ടോയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ടാറ്റു അടിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പലരും അമലയുടെ ടാറ്റു വരെ അടിച്ച ഒരു സംഭവം നെഞ്ചത്ത് അടിച്ചിട്ടുണ്ട്. കയ്യില് നെഞ്ചത്ത് നീ വേറെ ആരെങ്കിലും നെഞ്ചത്തുണ്ടോ അമൃത? ഇല്ല കറക്റ്റ് മെമ്മറി നോക്കുന്നെങ്കിൽ ഇവിടെ പേരൊക്കെ എഴുതി വെച്ചേക്കുന്നതാ. ഇതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് ആക്ച്വലി? ഇവരൊക്കെ വരുമ്പോ ഞാൻ എപ്പോഴും ഇങ്ങനെ പറയും, അല്ലാതെ തന്നെ ഞാൻ സ്റ്റോറി ഒക്കെ ഇടാറുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ ഈ ഇഷ്ടപ്പെടുന്ന ഒരു അമല ഷാജി എന്ന് പറയുന്നത് റീൽ വീഡിയോസിൽ വരുന്ന ആളല്ല, പേഴ്സണലി അറിയത്തില്ല. സോ അത് കണ്ട് നിങ്ങൾ അതൊക്കെ ചെയ്യുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടല്ലേ? റീലൊക്കെ കണ്ട് അങ്ങനെ ഹാപ്പി ആയിരിക്കുക. ഇത് ഇത്രയും പേഴ്സണലായിട്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങനെ പറയാറുണ്ട്. ഈ മലയാളികൾക്കാണോ കൂടുതൽ ഇഷ്ടം, അതോ മലയാളികളല്ലാത്ത ആൾക്കാർക്കാണോ കൂടുതൽ ഇഷ്ടം? എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. നേരിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. കമന്റ് ബോക്സിൽ തിരിച്ച് അതൊക്കെ നമ്മളെ ഫേസ്ബുക്കിലൊക്കെ കാണണം. അത് എന്തോ നല്ലതിട്ടാലും നമ്മളിപ്പം ശരിക്കും അമ്മയും അച്ഛനെ ഓർത്തില്ലെങ്കിൽ പോലും അവർ ഓർമ്മിപ്പിച്ചു തരും. അതായത് അങ്ങനെ രീതിയിലൊക്കെയാണ് കമന്റുകൾ പറഞ്ഞത് ഫേസ്ബുക്കിലൊക്കെ നമ്മുടെ ഈ വീഡിയോ കിട്ടി കഴിഞ്ഞാൽ അമല, ഞാൻ, അമല, ഇവൻ, വരാത്ത അമൃത, എല്ലാരും. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല. ഞാൻ റീസെന്റ് ഇങ്ങനെ നാട്ടിൽ വന്നതാണ്. അപ്പൊ നമ്മൾ വരാൻ തന്നെ കാരണം ഇങ്ങനെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ നമ്മൾ ഫുള്ള് ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഹെൽമെറ്റ് ഒക്കെ വെച്ച് മറിച്ചൊക്കെ പോകുന്നുണ്ട്. അപ്പൊ നോട്ടിഫിക്കേഷൻ വരും നമുക്ക്. വന്നപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് സംസാരിക്കണം. അപ്പൊ ഞാൻ നോക്കിയപ്പോ എല്ലാരും ഉണ്ട്. ഞാൻ എല്ലാരും വിളിച്ചു. അപ്പൊ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ സംസാരിക്കാം പറഞ്ഞു. നിങ്ങക്ക് രഘുവിനെ അറിയുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ആലോചിച്ചു, അമ്മ അങ്ങനെയാണ് ചോദിച്ച സൈഡിൽ നിന്നിട്ട് എനിക്ക് ചിരി വന്നു. ഞാൻ പറഞ്ഞു ഇല്ല നിങ്ങള് സ്റ്റോറി ഇടുന്ന രഘു അത് ഞാനാണ്. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, സ്റ്റോറി ഇടുന്ന രഘു എനിക്ക് മനസ്സിലായില്ലേ സംഭവം എന്താണ്? എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. പിന്നെ അമൃതയാണ് പറഞ്ഞത്. ഞാൻ ഭയങ്കര ധനുഷ് ഫാനാണ്. അപ്പം എന്നെ നോക്കി പായിൻ തോട്ടാന്ന് പറഞ്ഞ സിനിമയുണ്ട്. സോ അതില് അയാളുടെ ക്യാരക്ടറിന്റെ പേര് രഘു. ഞാൻ എപ്പോഴും ആ സ്റ്റാറ്റസ് എടുത്തിട്ട് രഘു എവിടെ വീഡിയോ ഉണ്ടല്ലേ രഘു ഞാനത് ഇട്ടു. ഭാഗ്യം വേറെ രഘുമാരും വരാത്തത്. ആ ഒറ്റ രഘു ഏത് രഘുവാണത്? ആരാ രഘു? എന്നാലും ധനുഷായിട്ട് കമ്പാരിസൺ നടത്തിയല്ലോ. ഇന്ദു ചൂടൻ പോയിട്ട് വല്ല ഇട്ടിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്കിൾമാർ ഇന്ദു ചൂടൻ ഏതെങ്കിലും. ഇല്ല ഞാൻ ആ രഘു എന്ന് പറയുന്ന പേര് എനിക്ക് എപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ആ ക്യാരക്ടർ എനിക്ക് അയാളെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മയില്ല ധാരാളം. ഭയങ്കര സീരിയസ് ആയിട്ട് പറയുന്നല്ലേ? സീരിയസ് ആയിട്ട് അയാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരിക്കലും അല്ല, ഇങ്ങനെ മാറിയിട്ട് പറഞ്ഞു. എന്റെ വീട്ടിൽ വലിയ ഫ്രെയിം അച്ഛൻ ചെയ്തിട്ടുണ്ട്, ഞാനും ധനുഷാറുമായിട്ടുള്ള ഫോട്ടോ. ഇതാണെന്ന് പറഞ്ഞ ആള്. ഇല്ല ഞാനാണ് നിങ്ങൾ ഇടുന്ന ആള്. എനിക്ക് നിങ്ങളടുത്ത് ഇപ്പോൾ ഒരു കാര്യം പറയാനുണ്ട്. ഇതായിരിക്കും നിങ്ങൾ എന്നെ ലാസ്റ്റ് ആയിട്ട് കാണുന്നത്. ഞാൻ വിചാരിച്ചു ദൈവമേ സൂയിസൈഡ് എല്ലാം ചെയ്യല്ലേ പ്ലീസ് എങ്കിൽ മനസ്സിൽ വിചാരിച്ചു. നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് വേറെ പ്രശ്നമൊന്നുമല്ല. ഇത് നിങ്ങളത് പറഞ്ഞിട്ട് പോകണമെന്നാണ് എൻ്റെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു. ആരോ പറഞ്ഞു ഇതൊന്ന് നേരിൽ ഒന്ന് പറയണമെന്ന്. എനിക്കൊന്നും മനസ്സിലായി. ഞാൻ ബ്ലാങ്ക് ആയിട്ടിരുന്ന് ഇത് എന്തുവാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇയാൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി ജീവിതത്തിൽ വലിയ ആളാണ്, എനിക്കിനി കാണാൻ പറ്റില്ല, എന്നെക്കാളും വലിയ ആളാണ്. ഞാൻ പറഞ്ഞു ആയിക്കോ, ഒരു പ്രശ്നമില്ല, നല്ല കാര്യം, സന്തോഷം. ബാംഗ്ലൂരുള്ള നമ്മുടെ മാന്ത്രിക കൈയാണ്. ഇത് ഈ പോഡ്കാസ്റ്റ് ഏറ്റവും വലിയ പ്രത്യേകതയാണ്, കൈ മാത്രമേ വരത്തുള്ളൂ. കാണാൻ പറ്റും. പക്ഷേ ഇത് കൈ കണ്ട ബ്രേസ്ലെറ്റ് കാണാൻ പറ്റും നമുക്ക്. ഇത് സ്പെഷ്യൽ ഫുഡ് ഈ പോഡ്കാസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അർബൻ സ്പേസിലെ സ്പെഷ്യൽ ഫുഡ് നിങ്ങളെ കൊണ്ട് കഴിപ്പിക്കും. ഇതേപോലെ ഫാൻ സ്റ്റോറി വേറെ ഏതൊക്കെ ഉണ്ട് ഭയങ്കര ഇൻട്രസ്റ്റ് കേൾക്കാൻ വേണ്ടിട്ട്? ഇങ്ങനെ കുറെ സാധനങ്ങളാണല്ലോ. എപ്പോഴാ 22-ലാണെന്ന് തോന്നുന്നു, ഒരു 5 പിള്ളേര് 4-ോ 5-ലൊക്കെ പഠിക്കുന്നേ ഉള്ളൂ. അവരുടെ നാട്ടിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന് എങ്ങനെയോ വീട് കണ്ടുപിടിച്ചു വന്ന്. ഞാൻ അതിലാ പറഞ്ഞേ അൽഗൊന്നും വേണം, പാക്കുണ്ണാ പാக்கலாம். ഓക്കെ. അയ്യോ അത് പിന്നെ അത് കുറച്ച് എയറിലായിരുന്നു ആ ഒരു സംഭവം. ആക്ച്വലി ആ പിള്ളേര് വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കണം, ഫോട്ടോ ഒക്കെ എടുക്കണം. ഭയങ്കര ട്രെയിൻ കയറി എങ്ങനെയൊക്കെ വന്നു. 5-ൽ പഠിക്കുന്ന പിള്ളേര് ഞെട്ടിപ്പോയി ആ ഒരു കാര്യം. കുഞ്ഞു പിള്ളേരത്. നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോഴേ ചിലപ്പോ നമ്മൾ തള്ളാണെന്നൊക്കെ ഇത് ശരിക്കും നടക്കുന്ന പാരന്റ്സ് 3 ദിവസമായിട്ട് അന്വേഷിക്കുക എവിടെയാന്ന്.
പിന്നെ നമ്പരൊക്കെ ചോദിച്ച് വീട്ടിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ അമല ഷാജിയെ കാണാൻ പോയി. അങ്ങനെ തന്നെ പറഞ്ഞത്. വീട്ടിലും അങ്ങനെ പറഞ്ഞു നടക്കുമായിരുന്നു. എപ്പോഴും അമല ഈ കൈവിട്ടു പോയെന്ന് തോന്നിയത്? അമലയ്ക്ക് ഇത്രയും ഫാൻസ് ഉണ്ടെന്ന് എപ്പോഴാണ് തോന്നി തുടങ്ങിയത് അമല? അതായത് ആക്ച്വലി ഇത്രയും പേര് ഫോളോ ചെയ്യുന്നുണ്ട്. ഏത് വീഡിയോയിലൂടെയാണ് അമല അറിയപ്പെടാൻ തുടങ്ങിയത്? ഇൻസ്റ്റാഗ്രാമിന്റെ ഇതിലാണെന്നുണ്ടെങ്കിൽ പുഷ്പ ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് തെലുഗു സൈഡിൽ നിന്നൊക്കെ ഭയങ്കര ഒരു ഇതുണ്ടായി, ഭയങ്കര ലവ്. അതിനുശേഷം പിന്നെ ഞാൻ തെലുഗുലെ ഡയലോഗ്സ് ഒക്കെ ചെയ്യും. അതിനെ പിന്നെ മലയാളത്തിലെ കുറെ ക്രിയേറ്റേഴ്സ് ഒക്കെ അതിന് എന്തെങ്കിലും കോമഡി ആയിട്ടൊക്കെ വെച്ച് ചെയ്തു. പക്ഷെ എനിക്ക് ഒരെണ്ണം ഭയങ്കര ഹേർട്ടായി. അതിപ്പോ ഞാനത് ഇവിടെ പറയാൻ ഞാൻ ആലോചിക്കാണ്. ചില ക്രിയേറ്റേഴ്സ്, ഇപ്പോൾ നമ്മൾ ഈ ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഓണായിട്ട് ഓൺ വോയിസിൽ ക്രിയേറ്റ് ചെയ്യും ഓരോ ഫൺ സാധനങ്ങളൊക്കെ. പക്ഷെ ചിലര് ക്രിയേറ്റേഴ്സിനെ വെച്ചിട്ട് ഒരു ഹേർട്ട് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പേര് പറയുന്നില്ല എങ്കിലും റിയാക്ഷൻ അല്ല, ചുമ്മാ പറയാം. ഇപ്പൊ ബ്രോയിന്റെ ഒരു വീഡിയോ, നല്ലൊരു ബ്രോ ഒരു ഓൺ വോയിസ് പറയുന്നത് ഞാൻ എടുത്തിട്ട് പറയാണ്, ഇതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് പോയി ചത്തൂടെ എന്ന് ഞാൻ ചുമ്മാ പറയാണ്. മീൻസ് ഒരു വീഡിയോക്ക് വേണ്ടിയുള്ള ആ ഒരു ഭാഷ ഉപയോഗിച്ച് പറയണം. അപ്പൊ അത് നമ്മള് പേര് മാറ്റി ഇപ്പൊ അമല എന്നുള്ളതിന് വേറെ കമലയോ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് മനസ്സിലായി നമ്മളെ തന്നെയാണെന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോഴ് സ്കിപ്പ് ചെയ്ത് കളഞ്ഞു. പക്ഷെ അത് എന്റെ പാരന്റ്സിന്റെ അമ്മേന്റെ കയ്യില് എപ്പോഴോ കുറെ മാസത്തിന് ശേഷം കിട്ടിയ അമ്മ മെസ്സേജ് എന്നും പറഞ്ഞ് കമന്റിൽ പോയിട്ട് കുറച്ച് എനിക്ക് നല്ല ദിവസമായിരുന്നു. ഞാൻ എന്റെ ഫോൺ വാങ്ങിച്ച ദിവസമായിരുന്നു. ഫോണ് ഞാൻ ഒരു പ്രാവശ്യം ശരിക്കും നടന്ന ഇൻസിഡന്റ് നമ്മൾ ഇങ്ങനെ അറിയുന്നില്ല ഈ സാധനം. അപ്പം ശരിക്കും ഇതാണ് ഇൻസിഡന്റ്. ഞാൻ ഫോൺ വാങ്ങിക്കാനായിട്ട് ഞാൻ 3 ദിവസമായിട്ട് ഇതിന്റെ പേയ്മെന്റ്സ് അയക്കുന്നതിൽ അത് കുറെ എന്റെ ബാങ്ക് ഇഷ്യൂ ഒക്കെ ആയിട്ട് എന്റെ ഫോൺ എനിക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ അങ്ങനെ ഇരുന്ന് ഒരു മാർച്ചില് 24 മാർച്ചില് ഫോൺ കിട്ടി. ഞാൻ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് നിറയെ വീഡിയോ എടുക്കണം, ഫോട്ടോ എടുക്കണം എന്നുള്ള ഇതിൽ ചാർജൊക്കെ ചെയ്തിട്ടിരുന്നപ്പോഴേ നിറയെ നോട്ടിഫിക്കേഷൻ മെൻഷൻസ് അല്ല. കാര്യം എനിക്ക് മനസ്സിലായില്ല. കുറച്ച് കഴിഞ്ഞ് ഫ്രണ്ട്സ് ഒക്കെ അയച്ചിട്ടുണ്ട്, ഇതെന്താ സംഭവം ആന്റി, ഇതെന്താ പറഞ്ഞേക്കുന്നത്? അമ്മ തലേ ദിവസം പറഞ്ഞ കാര്യം അടുത്ത ദിവസം ഫോൺ വാങ്ങിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അത് കമന്റ്. ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, അമ്മ എന്തോ ഇത് ചെയ്തത്? ഞാനത് പോയി പറഞ്ഞ തന്നെയാണ്. എന്റെ കൊച്ചിനെ പറഞ്ഞാൽ ഞാൻ ഇനിയും പറയും. അമ്മ മെസ്സേജിലാണ് ഇട്ടതല്ലേ? അമ്മ കമന്റിലാണ് അത് ഇട്ടത്. അമ്മ ആക്ച്വലി ഉദ്ദേശിച്ചത് പേഴ്സണലി അയക്കാനാ ഉദ്ദേശിച്ചത്. അമ്മ അത് കമന്റിലേക്ക് ആക്കി. ആ പുള്ളിക്കാരിയുടെ പ്രൊഫൈലില് ഇപ്പൊ മനസ്സിലായി കാണും അമലയെ പറ്റിയിട്ടുള്ള, അമലയെ ട്രോളിക്കൊണ്ടുള്ള, അത് നമുക്ക് കണ്ട, അമലയുടെ പേര് പറഞ്ഞില്ല പക്ഷെ പുള്ളിക്കാരി ആക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോ കാണിച്ചിട്ടാ ഇങ്ങനെ പറഞ്ഞ വീഡിയോ കാണിച്ചിട്ടാണ് ഇട്ട, പേര് പറഞ്ഞില്ല. വീഡിയോ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനിപ്പോ ഡാൻസ് കളിക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ലോമോ ചെയ്യണതോ അത് നമുക്ക് കുഴപ്പമില്ല, ഫണ്ണായിട്ട് എടുക്കാം. ഞാൻ ഓൺ വോയിസിൽ പാടുന്നുണ്ട്, എനിക്ക് ഇഷ്ടമാണ് പാട്ട് പാടുന്നത്. പാട്ട് പാടി ഇട്ടതിനെ എടുത്ത് വെച്ചിട്ട് അവരങ്ങനെ ചെയ്തത് എനിക്ക് കണ്ടപ്പോ തന്നെ ഹേർട്ടായി. പിന്നെ നമ്മൾ വേറൊരാളെ അവര് ഇതൊക്കെ വെച്ച് ജീവിക്കുന്ന പോലത്തെ ഒരു ഇത്. അപ്പൊ നിങ്ങൾക്ക് പേഴ്സണലി ഇപ്പം ഇങ്ങനെ പറയാതെ പേഴ്സണലി ഒരു മെസ്സേജ് അയച്ചിട്ട് ഭയങ്കര ടിക്ടോക്കിലൂടെ ഞാൻ അവരുടെ വീഡിയോ കണ്ടിട്ടുണ്ട്, ലൈക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് ടിക്ടോക്ക് ഉണ്ടായിരുന്ന സമയത്ത്. അപ്പൊ അവര് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല സത്യത്തില്. അപ്പൊ അമ്മ ഇതെല്ലാം ഒരു അൺഎക്സ്പെക്ടഡ് ആയിരുന്നു, എല്ലാ കാര്യങ്ങളും അൺഎക്സ്പെക്ടഡ്. അങ്ങനെ അമ്മ ഭയങ്കരമായിട്ട് ഏറിപ്പോയി, ഭയങ്കര സീനായിരുന്നു. അപ്പൊ അത് അമ്മ എങ്ങനെ? അമ്മയ്ക്ക് ഇതിന്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല, നന്നായി അറിയത്തേ ഇല്ല. അപ്പോൾ അമ്മയ്ക്കും അമ്മയുടെ സിസ്റ്റർ അങ്ങനെയൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അമ്മയ്ക്ക് ഒരു ഇതേ പറയുള്ളൂ, എന്റെ കൊച്ചിനെ പറഞ്ഞാൽ ഇവിടെ നല്ല എവിടെയും ഞാൻ തിരിച്ചു പറയും. അത്ര തന്നെയാണ്. അപ്പൊ ഇത് നിങ്ങള് തിരിച്ച് അതിനൊരു റിപ്ലൈ ആയിട്ട് വീഡിയോ ഒന്നും ചെയ്യാനൊന്നും പോയില്ല? ഞാനൊരു സ്റ്റോറി ഇട്ടായിരുന്നു, ലൈക്ക് അമ്മ ഇങ്ങനെ പേഴ്സണലി പറയാൻ. ഫസ്റ്റ് അമ്മയ്ക്ക് അത് ഇൻസ്റ്റഗ്രാം അത്രയ്ക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ പറ്റിപ്പോയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായി. നീ നെഗറ്റീവ് കമന്റ്സ് വരുമ്പോ റിപ്ലൈ ചെയ്യാറുണ്ടോ? അടുത്തിടയ്ക്ക് ഒരു സീൻ ഉണ്ടായതേ ഉള്ളൂ. അതായത് എടാ ഇപ്പം ഞാൻ കോൺട്രവേഴ്സീസ് ആയിട്ടുള്ള വീഡിയോസും ചെയ്യാറുണ്ട്. ഞാൻ പബ്ലിക് ഒപ്പീനിയനാണ് കൂടുതൽ എടുക്കാറ്. അതായത് ആൾക്കാരോട് പോയിട്ട് ഒരു കാര്യത്തോടുള്ള അഭിപ്രായം. അപ്പോൾ അതിൽ കോൺട്രവേഴ്സി ആയിട്ടുള്ള സാധനത്തിൻ്റെ താഴെ തെറിവിളി വന്ന സഹിക്കാം, പ്രശ്നമില്ല. ഞാൻ അങ്ങനെ ചെയ്തിട്ടല്ലേ എനിക്ക് വന്നതെന്ന് വിചാരിക്കാം. ഒരു ബന്ധവും ഇല്ലാണ്ട് ഈ അടുത്തിടയ്ക്ക് ഒരു ഉമ്മായും മോളും കൂടെ ഞാൻ ചോദിച്ച് അടുത്ത ജന്മത്തിലും ഈ ഉമ്മാടെ മോളായിട്ട് എന്നെ ജനിക്കണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം? ഇതിലെന്ത് തെറ്റാണ്ടിരിക്കണം? അതിന്റെ താഴെ വന്നിട്ട് എനിക്ക് അന്തയ്ക്ക് തള്ളക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, എന്തായാലും കിട്ടിയത് കിട്ടി, തിരിച്ചു കൊടുക്കാന്നുള്ള രീതിയിൽ അതിന്റെ താഴെ പോയി അതിന്റെ 10 ഇരട്ടിക്ക് എഴുതി. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഈ കമന്റ് ഇടുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്ക് മെന്റലി പ്രശ്നമാണെന്ന്?
എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ മാത്രമേ എടുത്തുള്ളൂ. നോർമൽ പീപ്പിൾ അങ്ങനെ എടുത്തില്ല. മീൻസ് അവർക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് തീർക്കുന്ന എവിടെയാണ് അങ്ങനെയാ. ബട്ട് എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ള എന്താണെന്നറിയോ, കൂടുതൽ ഈ കുഞ്ഞു പിള്ളേരാണ് കമന്റ് അടിക്കുന്നത്. ഇത്രയും വിളി ഈ പിള്ളേരാ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ +1 പഠിക്കുന്ന ഒരുത്തനെ ഞാൻ തേടിപ്പോയി എന്റെ വീടിന്റെ അടുത്ത്. അഡ്രസ് അയച്ചു ഇല്ല, കേറി അക്കൗണ്ട് കയറി നോക്കിയപ്പോ ഒരു ചില പിള്ളേരുണ്ട് കറക്റ്റ് സ്ഥലമല്ല ഇട്ട് വയ്ക്കും. അല്ലല്ല, ഫേക്ക് ഐഡിയിൽ അവന്റെ സ്റ്റോറി ഹൈലൈറ്റിൽ ഞാൻ ഒരു ബൈക്ക് കണ്ട്. അങ്ങനെ ബൈക്കിന്റെ നമ്പർ എടുത്ത് അഡ്രസ് എടുത്ത് ബ്രില്യൻ മൂവ്. ടൈഗർ സിനിമയിലെ സുരേഷ് ഗോപി ഒക്കെ എനിക്ക് ഓർമ്മ. അപ്പോഴാണ് വീട്ടിന്റെ അടുത്ത് നെടുമങ്ങാടുള്ള 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. തൂക്കിയല്ലേ? അവൻ എന്ത് പറഞ്ഞു? പിന്നെ ഞാൻ വീട്ടിൽ പോയി കാര്യം പറഞ്ഞു, അവന്റെ വീട്ടിൽ പോയി കാര്യം പറഞ്ഞ് നന്നായി അവൻ. ഇല്ല, ആക്ച്വലി പിള്ളേർക്കൊന്നും ഇങ്ങനെ ഫോൺ കൊടുക്കുമ്പോ തന്നെ അവർ ആലോചിക്കും ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ പോലീസ് കേസ് അങ്ങനെ തൂക്കൽ അങ്ങനെ വല്ല പ്രശ്നങ്ങൾ നിങ്ങൾ അങ്ങനെ കൊടുക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം കൊടുത്തു. ഇതുവരെ കൊടുത്തിട്ടില്ല. ഇനി മേളല്ല അമലെ സല്ലം ചെയ്ത് പോയാൽ ഉങ്ങളുടെ കാര്യം തീർമാ അല്ലെ, വള്ളിക്കെട്ട് എടുത്ത് വെക്കരുത് പറ. കൊടുത്തു. അപ്പൊ അവര് പറഞ്ഞു ഇതൊക്കെ ഒരുപാട് വരുന്നുണ്ട്, ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല, അങ്ങനെ രീതിയിൽ സില്ലി ആയിട്ട് പറഞ്ഞിട്ട് പിന്നെ ഒന്നും അത് ചെയ്യാനായിട്ട് കൊടുക്കാനുള്ള മൂടെ അങ്ങ് പോയ. അല്ല, കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുത്തിരിക്കാം. കറക്റ്റ് സ്ഥലത്ത് തന്നെയാ കൊടുത്തത്. ആണോ? ഒരാഴ്ച അവിടെ വന്നും പോയി നിന്നേ ആ ഒരു ഓഫീസിൽ ട്രിവാൻഡ്രത്ത്. പക്ഷെ നോ റിപ്ലൈ. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? പോലീസ് കേസ്? ഇല്ല, കേസൊന്നും ആയിട്ടില്ല. കമൻസ് ഇങ്ങനെ വരാറുണ്ട്. പക്ഷെ ഞാൻ എന്തെന്നറിയാമോ, ചില കമൻസിന് ഞാൻ റിപ്ലൈ കൊടുക്കാതെ ഇരിക്കാൻ ശ്രമിക്കും. ആ കമൻസ് ഡിലീറ്റ് ചെയ്യാതെ വെക്കും. അപ്പം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വരുന്ന നെഗറ്റീവ് കമൻസ് ഞാൻ അവിടെ തന്നെ ഇട്ടേക്കും. എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെ മേളിയും വരുന്ന അവനെ തേജോവധം ചെയ്യുന്ന ഇങ്ങനെ മേളിലും താഴെയുള്ള കമൻസിന് ഞാൻ ലൈക്ക് കൊടുക്കും. ഇവൻ്റെ കമൻറ്റ് മാത്രം ലൈക്ക് ഇല്ലാതെ കിടക്കും. അപ്പോൾ അങ്ങനെ ഒരു ഹരാസ്മെൻറ്റ് ഞാൻ ചെയ്യും. അതായത് ലൈക്ക് ഇല്ലാതെ കിടക്കുന്ന അത് ഞാനും ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബന്ധമില്ലാതെ അവൻ എസ് കണക്ക് തെറി എഴുതിയിടും. ഞാൻ അതിന്റെ താഴെ പോയി ഒരു എം അടിച്ചിട്ട് കൊടുക്കും. അത്ര ഹഗ്ഗൊക്കെ ഇട്ട് കൊടുക്കും. ഞാൻ എന്റെ കമന്റ് ബോക്സ് ഞാൻ ഡിലീറ്റ് ഒന്നും ചെയ്യാറില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചില വീഡിയോസ് എനിക്ക് ട്രോൾ പോലെ വരാറുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ അത് വേറെ അക്കൗണ്ടിൽ കൂടെ നോക്കുമ്പോൾ ചില കമന്റ്സ് 15K ലൈക്കൊക്കെ കാണും. അപ്പൊ ഞാൻ ചിരിക്കും. അവർ വിചാരിക്കും എനിക്ക് വിഷമം, എനിക്ക് ചിരി വരുന്നതാണ്. ഞാൻ ആലോചിക്കും ഇതൊരു വീഡിയോക്ക് ഒരു ലൈക്ക് കിട്ടിക്കൂടെ ഇത്രയും. സത്യമായിട്ട് ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ കാണണമെങ്കിൽ കമന്റ് ബോക്സ് നോക്കിയാൽ ആണ്. ഒരു വീഡിയോ നമ്മൾ എടുത്തു കഴിഞ്ഞാല് ഭയങ്കര രസമാണ്, നമ്മൾ ചിരിച്ചു പോകും. ചിലരുടെ കമന്റ് ഭയങ്കര ക്രിയേറ്റിവിറ്റിയാണ്. ഈ നമ്മൾ ചെയ്യുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ചില ക്രിയേറ്റീവ് വീഡിയോ ചെയ്യുന്നത് ഒന്നുമല്ല, കമന്റ് ബോക്സിലെ ക്രിയേറ്റീവ് കമന്റ്സ് ആണ്. ഭയങ്കര രസമാണ്. അമല ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് മാറിയപ്പോൾ അമലയുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളൊന്ന് പറഞ്ഞുതരൂ. മാറ്റങ്ങളെന്ന് പറയുമ്പോൾ അമലയുടെ മൊത്തത്തിലെ സ്റ്റൈല് മാറി, ലുക്ക് മാറി, ഒരു കമ്മിറ്റ്മെന്റ് വെക്കാമല്ലോ തുടങ്ങിയ. അതെ, കുറെ കാര്യങ്ങൾ ഇതിൽ ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് എൻ്റെ ഓൺ പരമായിട്ടുള്ള ഫാമിലി പരമായിട്ടുള്ള കുറെ കാര്യങ്ങളെല്ലാം. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ആക്ടിങ് ഇങ്ങനെ ഒരു പാഷനൊന്നും ഞാൻ മനസ്സിലാലോചിച്ചിട്ടില്ല. മ്യൂസിക്കലി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാം പ്രൈവറ്റ് ആക്കി ഇട്ടിട്ട് അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പിന്നെ ഒന്ന് ചുമ്മാ സിസ്റ്റേഴ്സ് ആയിട്ട് ചെയ്ത് നോക്കാന്നുള്ള ഇതില അത് ചെയ്ത് ടിക്ടോക്ക് അങ്ങനെ നല്ല ഹിറ്റായി. അവിടെ 5 million സംതിങ് ഫോളോവേഴ്സ് അങ്ങനെ ഉണ്ടായിരുന്നു. നല്ലായിരുന്നു ആ ഒരു ജേണി. പിന്നെ വരുമാനമൊക്കെ കിട്ടി തുടങ്ങിയില്ലായിരുന്നോ? നോ, ടിക്ടോക്ക് വരുമാനമില്ല. അവിടെ നമുക്ക് ഈ പറഞ്ഞ കണക്ക് ബാഡ്ജ് ഉണ്ടല്ലോ, ഒരു ലെവൽ അത്ര ഉണ്ടാകുന്നുള്ളൂ. ഒരു എന്റർടൈൻമെന്റ് ഇല്ല അങ്ങനെ ഒന്നുമില്ല. അപ്പൊ എല്ലാ ഇൻസ്റ്റാഗ്രാം നമ്മളെ യൂട്യൂബ് അങ്ങനെയുള്ള ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും വന്നതിന് ശേഷം വീട് വെച്ചോ സ്വന്തമായിട്ട്? ഇൻസ്റ്റാഗ്രാമിൽ വന്നതിന് ശേഷം അപ്പൊ അത് എനിക്ക് കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ കാറ്, ഞാൻ ഫാദറിന് കാറ് വാങ്ങിച്ചു കൊടുത്തു. എനിക്ക് കാറ് വാങ്ങിച്ചു, 2 കാറ്. ഇനി അടുത്ത് അനിയത്തിക്ക് കാറ് വാങ്ങിച്ചു കൊടുക്കുന്നു. മൃദേന്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ ഞാൻ വാങ്ങുന്നതല്ല, അവൾക്ക് വാങ്ങുന്നതാണ്. ഞാൻ പക്ഷെ പറഞ്ഞു ഞാൻ വാങ്ങിച്ചു തരാന്ന്, വേണ്ട ഞാൻ വാങ്ങിക്കും എന്നുള്ള ഇത്. അമൃതയ്ക്ക് ഇപ്പൊ എത്ര ഫോളോവേഴ്സ് ഉണ്ട്? 1.3 million. ഇനി വേറെ എന്തെങ്കിലും പറയാൻ വെറുതെ ആവശ്യമില്ലാതെ ഇനി നമ്മള് കെ ആണ് ഇവിടെ ഇരിക്കുന്നത് എന്താ ചുമ്മാ വെറുതെ ആവശ്യമില്ല. മോള് വെള്ളം കുടിക്കേ, കലക്കി കുടിക്കരുത്, വെള്ളം കുടിക്കുക, ജ്യൂസ് കുടിക്കുക. ഇത് നിങ്ങൾ നമ്മുടെ ഗസ്റ്റ് ആണ്, അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള
അപ്പൊ കെ ഒരു കേയും ഇല്ല. അല്ല നമ്മള് ശരിക്കും ഇപ്പൊ നമ്മള് ഈ കെ കിടന്ന് കളിച്ചോണ്ടിരിക്കുമ്പോ ഈ കെ എം ആക്കാൻ ഭയങ്കര പാടാണ്. അതെ, അത് കുറെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫേസ്ബുക്കിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ട്? ഫേസ്ബുക്കിൽ എനിക്ക് കുറവാ, 20 സംതിങ് എന്തോ. പക്ഷെ 20 സംതിങ് വന്നത് നീ ഒരു 2 മാസം കൊണ്ടല്ലേ നീ ഒപ്പിച്ച? 2-3 മാസം അല്ലെ? ഭയങ്കര റീച്ച് ഉണ്ടായിരുന്നു. ഫേസ്ബുക്കിൽ ആക്റ്റീവ് ആണോ? ഇടയ്ക്കൊക്കെ അമലേക്കാളും കൂടുതൽ അമലയുടെ ഫേക്ക് ഐഡീസ് അവിടെ വാഴുന്നത്. അതെ, അവിടെ മാത്രമല്ല, ഇൻസ്റ്റാഗ്രാം ഒക്കെ. അപ്പൊ ഇവർക്കെതിരെ യൂട്യൂബ് ഒക്കെ ഒരു സമയം ഒരു ആള് ഹാക്ക് ചെയ്ത് കൊണ്ടുപോയി അയാൾ അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അതാ സത്യം പറഞ്ഞാൽ കേസ് കൊടുത്തത്. കേസ് എന്ന് പറയുമ്പോൾ എനിക്ക് അത് മാത്രമേ ഓർമ്മ. അല്ല, അപ്പൊ ഈ ഫേക്ക് ഐഡിയിൽ ഇങ്ങനെ പെരി വരുന്ന കാണുമ്പം അതിനെതിരെ റിയാക്ട് ചെയ്യാനൊന്നും തോന്നൂല? പിന്നെ നമ്മളെ വിറ്റല്ലേ അവര് ജീവിക്കുന്നേ. ഞാൻ ഇതുവരെയ്ക്ക് സത്യം പറഞ്ഞ ഇങ്ങനെ ഈ റിയാക്ട് ചെയ്യുന്ന ഒരു സംഭവം ഞാൻ ചെയ്തിട്ടില്ല. ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. ഇല്ല, സൈലന്റ് ആയിട്ടിരുന്ന് പൊക്കോട്ടെന്ന് വിചാരിച്ച്. ഇല്ല, നമുക്ക് സൈലന്റ് ആയിട്ടിരുന്ന് അതിനെ സോൾവ് ചെയ്യാനായിട്ടുള്ള വേ ഉണ്ട്. ഞാൻ അതേ ആലോചിക്കുള്ളൂ. വയലന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതൊരു വേറൊരു ക്യാരക്ടർ അങ്ങ് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ തരും. അല്ലടാ, അങ്ങനെയല്ല, നമ്മുടെ കണ്ടന്റ് എടുത്തോണ്ട് പോയി അവര് പൈസ ഉണ്ടാക്കുന്ന കാണുമ്പോ ഒന്നും തോന്നൂല എന്നാ ചോദിച്ചേ. ഞാൻ അവർക്ക് മുന്നേ ഇടണുണ്ടത്, എന്നാലും നമ്മുടെ കണ്ടന്റ് അടിച്ചു മാറ്റി. ആദ്യമൊക്കെ അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ വെരിഫൈഡ് കിട്ടുമല്ലോ, സോ അതിന് ശേഷം ഓക്കെ ആയി. ഇപ്പൊ അങ്ങനെ ഇല്ല. അങ്ങനെ വെരിഫൈഡ് ഇതുണ്ടെങ്കിൽ നമ്മുടെ ഇത് പ്രൊട്ടക്ട് ചെയ്യും. കൂടുതൽ വെരിഫൈഡ് ആവാറായില്ല. നിങ്ങൾക്ക് കിട്ടിയില്ല? ഞാൻ എടുത്തു, ഞാൻ കാശ് കൊടുത്തെടുത്തു. എനിക്ക് കിട്ടിയില്ല. അവര് കാശ് കൊടുക്കാടുത്ത് ഞാൻ കാശ് കൊടുത്തെടുത്തു. അത് ആ മാസം 600 രൂപ വെച്ച് എന്താ അടയ്ക്കണമെന്നും. ചിലവന്മാരെയൊക്കെ കാണുമ്പോഴേ, അതായത് നമ്മൾ കഷ്ടപ്പെട്ട് പുറത്ത് പോയി വീഡിയോ എടുത്ത് അതിനെ മണിക്കൂറുകൾ ഇരുന്നാണ് എഡിറ്റ് ചെയ്ത് അപ്പ് ചെയ്യണത്. അതിനെടുത്തോണ്ട് ചിലവന്മാരെ അടയ്ക്കണം. ഇങ്ങനെ ആക്ഷൻ ഇട്ട് നമ്മളെ കാലം റീച്ച് ഉണ്ടാകും. ആക്ഷൻ ഇല്ലാതെ അതേ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് അതേപോലെ ഇട്ടിട്ട് റീച്ച് കിട്ടണവരുണ്ട്. അതിന് ആക്ച്വലി ഒരു ടൈം പീരീഡ് വരെ ഉണ്ടായിരുന്നു, ഇല്ല എന്ന് പറയുന്നില്ല. പിന്നെ അവർക്ക് മനസ്സിലായി നമ്മൾ വല്ലൊരിട്ട് കാര്യമില്ല, നമുക്ക് എന്താവാൻ പറ്റുമോ നമ്മൾ ആലോചിക്കുക. ഈ സമയങ്ങളിൽ ഇത് ഇടാനിടുന്ന സമയത്ത് പാപ്പരാസികൾ എന്താ പറയാനുള്ളത്? പാപ്പരാസികൾ, ഈ നീലക്കുയിൽ, ഇങ്ങനത്തെ കുറെ ടീമുകളൊക്കെ ഉണ്ടല്ലോ, അവരുടെ മുന്നിലൊക്കെ പെട്ടിട്ടുണ്ട് അപ്പോഴെങ്കിലും? ഒരു പ്രാവശ്യം അവരിങ്ങനെ ചോദിച്ചു സിനിമേന്റെ ഇത്, പിന്നെ എന്റെ കല്യാണം. ഈ ഏറി കയറാനായിട്ട് എന്തെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ വേണോ? അതങ്ങനെ ചോദിച്ചു കഴിഞ്ഞാ ഇപ്പൊ ഞാൻ മലയാളിയാണെന്ന് എല്ലാവർക്കും ഒക്കെ അത്യാവശ്യം അറിയാം. കുറച്ചുകൂടെ സംസാരിക്കാൻ തമിഴ് ഞാൻ സംസാരിക്കും. തമിഴിൽ പേസ് എന്നാ പേസணும் சொல்லுங்க. ഇതിലെ ഉത്തരം പേസ്. நல்லா இருக்கீங்களா? நல்லா இருக்கு. ஏர்ல கேறனேனே குவாலிஃபிகேஷன் இருக்கா? அப்படிலாம் எதுவும் இல்ல. நம்ம பிடிச்ச லாங்குவேஜ்ல ஏதாச்சும் ஒரு டயலாக் சாங் நம்ம எடுத்து நம்ம எல்லாரும் வந்து வேறொரு வேல போயிட்டு இருக்கும்போது நம்ம யோசிக்கலாம் எப்படி கொஞ்சம் டிஃப்ரெண்டா கொண்டு வந்துடலாம். அந்த மாதிரி யோசிக்கும் போது கொஞ்சம் டிஃப்ரெண்டா நான் ஒன்று பண்ணேன். ஒரு தெலுங்கு டயலாக் మూవీ வந்து ఫిదా நினைக்கிறேன். అమ్మ ఎల్గాదు అమ్మాయి భానుమతి ఒక్కటే పీస్ 2 పులాలు 2 మసాలు హైబ్రిడ్ పిల్ల. அந்த மாதிரி ஒன்னா சும்மா ஒரு டயலாக் பேசினேன். ஒரு வீடியோ ரெக்கார்ட் பண்ணி நீ தலையாட்டி மட்டும் போதோட முண்டம் அது தெரியணும். അതിപ്പോ നമുക്കപ്പോ എങ്ങനെ അറിയാൻ പറ്റും? ഈ അടി കൊമ്മാളെ ഭയങ്കര തെറിയാണെന്ന് അറിയാമോ നിനക്ക്? ആണല്ലേ? പക്ഷെ ഇവിടെ അവർ എൻജോയ് ചെയ്ത് പറയുന്നത് ഹെൽത്തി എന്ന് പറയുന്നത് അത് നല്ല അവിടുത്തെ ചീത്ത വേർഡാ. അല്ല, ഹെൽത്തിന് ശേഷം അതിന് മുന്നേ ഇപ്പൊ പറഞ്ഞില്ലേ ആക്ച്വലി ഞാൻ പറയില്ല, ഞാൻ MBFL ഇതേപോലെ സ്റ്റേജിൽ കയറാൻ പോയപ്പം ബിപിൻ ചേട്ടൻ എൻ്റെ അടുത്ത്, പ്രൊഡ്യൂസർ ഏട്ടൻ, നമ്മുടെ വാഴയുടെ എല്ലാം, ഡേയ് ആ അടികൊമ്മാലെ യൂസ് ചെയ്യല്ലേ കലിപ്പാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അടികൊമ്മാല എന്ത് കുഴപ്പം, ഒരു പ്രശ്നം, ഇപ്പം തമിഴ്നാട്ടിലൊക്കെ ഭീകര തെറിയാണ്. അപ്പം ആശ്രമം എല്ലാവരും പറഞ്ഞു വേണ്ട മച്ചാൻ അത് പറയണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി അറിയുന്നത്. പക്ഷെ നമ്മളിവിടെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ചുമ്മാ സോറി ഫോർ ദ മുണ്ടം. പക്ഷെ ഇവിടെ ഉള്ളവർക്ക് അറിയത്തില്ലല്ലോ. അതാ നമ്മളിവിടെ MYR ഉപയോഗിക്കുന്നു. അവിടെ തമിഴ്നാട്ടിൽ അതൊരു പ്രശ്നമല്ല. ഇങ്ങനെ കുറെ കാര്യങ്ങൾ അല്ല, അവര് ചുമ്മാ ഒക്കെ സംസാരിക്കുന്നത്, അവർക്ക് അതൊന്നും വിളിക്കുന്ന വലിയ പ്രശ്നമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ട് എവിടെന്നെങ്കിലും ഒക്കെ ഭയങ്കര ആലോചിച്ച് ഞാൻ കുറച്ച് അങ്ങനത്തെ വീഡിയോസ് കുറെ എടുക്കും. ഡയലോഗ്സ് എല്ലാം ലിപ്സിങ് ചെയ്യണം, ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലും ഡയലോഗ്സ്. അപ്പൊ ഈ പറഞ്ഞ കണക്ക് ഇതങ്ങ് ഇട്ടു. പിന്നെ ഇതിനെ വേറെ സിനിമേന്റെ മലയാള സിനിമേന്റെ കുറെ കട്ട്സ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഓരോരുത്തർ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ചിലര് ഫണ്ണായിട്ട് എടുക്കും. എനിക്ക് ഫണ്ണ് തന്നെയാണ് ഇത് കാണുന്നത്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമുണ്ട്, ലൈക്ക് സത്യത്തിൽ ഏറി കയറ്റേണ്ട ആൾക്കാർ ആരും ഏറി കയറ്റുന്നില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പം അമലയുടെ വീഡിയോസ് ഇറ്റ്സ് ഗുഡ്. പക്ഷെ അതല്ലാണ്ട് ഇപ്പം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോന്ന് എനിക്കറിയില്ല, പല ആൾക്കാരും റീച്ചിന് വേണ്ടിയിട്ട് കുറച്ച് എക്സ്പോസിങ് കൾച്ചർ കൂടി വരുന്നതായിട്ട്
ഫീൽ ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഒക്കെ? ഈ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് റീച്ച് കിട്ടുമെന്ന് പറയുന്നതിൽ യോജിക്കുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ ഉണ്ടായിരുന്നു. ലൈക്ക് അതിൽ കുറേ ക്രിയേറ്റേഴ്സിന്റെ ഇതുപോലെ വന്നിട്ട് ലാസ്റ്റ് ഞാൻ വന്ന സമയം മുതൽ ഇതുവരയ്ക്കും ഒരു ജെം എന്നുള്ള രീതിയിൽ ആക്ച്വലി വീഡിയോ ഗുഡാണ്. പക്ഷേ എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയാനാണ്. ഇപ്പം നമ്മൾ എന്തിടണമെന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ അവർ ഇതിന് മുന്നേ കാണിച്ചിരിക്കുന്ന എല്ലാ ആൾക്കാരും അവരവർക്ക് ഇഷ്ടമുള്ള ഇട്ടിട്ടുണ്ട്. സോ അവരിഷ്ടപ്പെട്ട് ഒരെണ്ണം ചെയ്യുന്നു, അത് അവരവരുടെ ഇഷ്ടം. സോ ചോയ്സ് ആണ്. എനിക്കിഷ്ടം ഇങ്ങനെയാണ്. അതുകൊണ്ട് ഇപ്പം എനിക്ക് എൻ്റെ ഒരു സേഫ് സോൺ ഉണ്ട്. ഞാൻ അത് കഴിഞ്ഞിട്ട് ബൗണ്ടറി എന്ന് പറയുന്നത് ഞാൻ അത് കഴിഞ്ഞിട്ട് ഇതുവരെയും പോയിട്ടില്ല. എനിക്ക് ഒരേ ഒരു സംഭവം കീപ്പ് ചെയ്ത് ലൈക്ക് അങ്ങനെ ഒരു മൈൻഡ് സെറ്റാണ്. ഓരോരുത്തർക്കും ഓരോ മൈൻഡാണ്. നമ്മളത് എന്താ ചെയ്യാ. കോളേജ് നമ്മൾ സംസാരിച്ചു, കോളേജ് ഡ്രോപ്പ് ഔട്ട് ചെയ്തെന്ന്. അതെ ചെയ്തു. കോളേജിൽ പോയിട്ടില്ല. കോളേജ് ഞാൻ സെക്കൻഡ് ഇയർ വരെ പോയി. എനിക്ക് ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ടൊരു എന്താ പറയാനായിട്ട് പഠിക്കാൻ പറ്റില്ല. അയ്യോ അതുണ്ട്, വേറൊന്നുമല്ല. ആ സമയത്തായിരുന്നു ഞാനൊരു വെനസ്ഡേ അറിയോ? വെനസ്ഡേ സീരീസ് അറിയോ? ബ്ലാക്ക് കളർ ഡ്രസ് ഒക്കെ ഇട്ടിട്ട്. ഐ നോ ഓൺലി സ്ട്രേഞ്ചർ തിങ്സ്. ഓക്കെ അത് ഓക്കെ. അത്യാവശ്യം ഞാൻ കാണുന്ന വ്യക്തിയാണ്. പറഞ്ഞു അപ്പം ആ ഒരു ഞാൻ എന്ത് ട്രെൻഡ് വന്നാലും ഞാൻ എൻ്റെ കൈൻഡ് ഓഫ് രീതിയിൽ ഞാൻ എന്നെ റീക്രിയേറ്റ് ചെയ്യും. പക്ഷെ അത് ആൾക്കാർക്ക് അത് ഇഷ്ടമല്ല. എന്നെ എന്തെങ്കിലുമൊക്കെ പറയും. ഞാൻ കറക്റ്റായിട്ട് ഡ്രസ്സൊക്കെ വാങ്ങിച്ച് എല്ലാമൊക്കെ സെറ്റ് ചെയ്ത് സെയിം അതൊരു ഇഷ്ടമാണ് അങ്ങനെ ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ട് തുടങ്ങി. അങ്ങനെ അത് ഫുൾ ഇങ്ങനെ ട്രോൾസ് ചെയ്യുക. അപ്പം നേരിൽ പിള്ളേരാണെങ്കിലും വന്നിട്ട് ഒരുമാതിരി എന്തെങ്കിലുമൊക്കെ പറയാം. ഇത് മാത്രമല്ല, അവിടെ ഭയങ്കര കളർ റേസിസം ആയിട്ട് സംസാരിക്കും. പിന്നെ വീഡിയോ കാണാൻ ഒരു ഇതാ, നേരിട്ട് കാണാൻ വേറൊരു ഇതാ. അതും ഇപ്പോൾ ഞാൻ തനിയെ നിൽക്കുമ്പോൾ പറയാം, ഞാൻ മാത്രമേ കേൾക്കണുള്ളൂ. എല്ലാവരും നിൽക്കുമ്പോൾ ഒരു ഫൺ സംഭവമായിട്ട് പറയുന്നു. അത് ശരിയല്ല. നമ്മൾ ആരെ എങ്ങനെ ഭയങ്കര ഇതായിട്ട് ചെയ്യാം. കളറിലൊന്നും ആക്ച്വലി ഒന്നുമില്ല. അങ്ങനത്തെ ഒരു ഇത് കാണിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മിസ്സിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഡിസ്റ്റൻസ് അത് എടുക്കാമല്ലോ. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ എന്തായാലും ഞാൻ ആലോചിക്കുന്നില്ല. എൻ്റെ തീരുമാനം അത്. അപ്പോൾ വീട്ടിൽ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു നിനക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം. ഞാൻ പറഞ്ഞു എൻ്റെ ചോദിച്ചു ഇനി എന്താ പ്ലാനെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു ടീസിൻ്റെ സംഭവം ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഡിസൈൻ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനൊരു സംഭവം ഉണ്ട്. എനിക്കത് എൻ്റെ ആ ഒരു ഡ്രീം എനിക്ക് ഇതിൽ കൊണ്ടുവരണം. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇപ്പം തന്നെ ഈ റീൽസ് സംഭവങ്ങളെല്ലാം ഇപ്പം നീ ഇതിൻ്റെ പഠിത്തവും നീ ഇതാക്കി. പക്ഷെ ഇത് നല്ലതാണോ? ഞാൻ പറഞ്ഞു ഞാൻ ഫോക്കസ് ചെയ്യണ കാര്യത്തിൽ ഉറപ്പായിട്ട് ഞാൻ ഇന്ന് എത്തും. ഒരു സംഭവം എൻ്റെ നിന്ന് മൈനസായി പോയിന്നുണ്ടെങ്കിൽ അതിനെ പ്ലസ് ആക്കാൻ എന്നെ കൊണ്ട് പറ്റും. സോ അങ്ങനെ അച്ഛൻ്റെ അടുത്ത് പെർമിഷനൊക്കെ വാങ്ങിച്ചു. അമൃത എല്ലാവർക്കും സംസാരിച്ചു. ഓക്കെ നീ നല്ല ഏതാണ് സപ്പോർട്ടൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെയാ എൻ്റെ ടീഷർട്ട് ബ്രാൻഡ് ടീസ് ബൈ അമല ഫസ്റ്റ് ഒരു 5-6 കളക്ഷൻ ലോഞ്ച് ചെയ്തത്. അങ്ങനെ പിന്നെ അതെങ്ങനെ പോകുന്നു? അത് നന്നായിട്ട് പോകുന്നുണ്ട്. കുറേ ഈ ഇൻഫ്ലുവൻസർ ഫ്രണ്ട്സ് കുറേ പേര് സപ്പോർട്ട് ചെയ്തു. പിന്നെ കുറേ ന്യൂ മോഡൽസ് കുറേ ആൾക്കാർ എന്നെ കൊളാബൊക്കെ ചെയ്തു ഭയങ്കര ഹെൽപ്പ് ചെയ്തു. പിന്നെ നല്ല ഓർഡറൊക്കെ വരുന്നുണ്ട്. നല്ല ഇഷ്ടപ്പെടുന്നുണ്ട് മെറ്റീരിയല്, ഡിസൈൻസ് ഒക്കെ എല്ലാം. ഈ ഒരു കോൺഫിഡൻസ് വല്ലാത്ത കോൺഫിഡൻസ് ആണ് എനിക്ക്. എൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ചിട്ടുണ്ട് നീ ഇത് കഴിഞ്ഞിട്ട് ഇനി എന്ത് എന്നുള്ളത്. പക്ഷെ ഞാൻ എന്ത് ആഗ്രഹിച്ചോ അത് ഞാൻ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. സോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. വേണമെങ്കിൽ എൻ്റെ മുന്നിൽ നിന്ന് പറയും നിനക്കിപ്പോൾ ഉള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ +2 ക്വാളിഫിക്കേഷനുള്ള അല്ല നിനക്ക് എന്തുണ്ട്. എനിക്കൊരു ബ്രാൻഡുണ്ട്. ഞാൻ ഓണറാണ്. ടീഷർട്ടിൻ്റെ ഒരു ബ്രാൻഡ് ഓണറാണ് ഞാൻ ഇരിക്കുന്ന ആള്. സോ എനിക്കങ്ങനെ പറയാം. സോ അടിപൊളിയല്ലേ? ഇൻസ്പയർഡ്. സത്യം രോമാഞ്ചിഫിക്കേഷൻ. സ്റ്റാർട്ടിങ്ങിലൊക്കെ എനിക്ക് ഈ വീഡിയോയിൽ കമന്റ്സിലൊക്കെ കുറെ പേര് പറയും ഒരിടത്തും എത്തത്തില്ല, നീ എന്താ ചെയ്യുന്നത്, നീ ഒരിടത്തും എത്താനും പോകത്തില്ല, അല്ലെങ്കിൽ പിന്നെ ഉറപ്പായിട്ടും പിന്നെ നിന്റെ കളർ എല്ലാം വെച്ചിട്ട്. ഈ റീസെന്റ് ഞാൻ ഈ പള്ളിച്ചട്ടമ്പി ടൊവിനോ ആൻഡ് കൈഡു 2 പേരുടെ മൂവിയുടെ ഒരു സോങ് പ്രൊമോഷൻ ചെയ്തായിരുന്നു. അതാണ് കൈഡു കൊളാബ് ചെയ്തത് അല്ലേ? കണ്ണിങ്ങനെ വെച്ചിട്ട് ചെയ്യുന്നത്. ഞാനത് ശ്രദ്ധിച്ചു. കൈഡു കൊളാബ് ചെയ്തിരുന്നു. അത് എവിടെയാ സംഭവം ചെയ്ത? നല്ല രസമുണ്ടായിരുന്നു. അതോ എറണാകുളത്ത് ചെയ്ത്. ക്യാമറ വേറെ പുറത്തു? അതല്ല, അവരുടെ ടീമാണ്, എല്ലാവരുടെ ടീമാണ്. ഇപ്പൊ ഈ ഒരു ഇങ്ങനെയുള്ള സോങ് ക്യാമ്പയിൻസിലെ അത് എല്ലാവർക്കും കൊടുക്കത്തില്ല. അവർ സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ. സോ താങ്ക് ഗോഡ് ഐ എം ബ്ലെസ്ഡ്. അമല, ഞാൻ വേറൊരു സംഗതി അമലെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് റേഡിയോ കൂടെ. അന്ന് നമ്മൾ ഇന്റർവ്യൂ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്കറിയായിരുന്ന വാട്സപ്പ് ചാനല് ഭയങ്കര സംഭവമാണ്. നമ്മൾ അതിലൊന്നും വലുതായിട്ട് കയറി നോക്കാറില്ല. അതായത് ഒരു മലയാളി പെൺകുട്ടി ഇന്ത്യയിൽ നിന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം, അത്യാവശ്യം
നമ്മുടെ മോദിജി, മാർക്ക് സക്കർബർഗ് ഇവരൊക്കെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു പെൺകുട്ടി, അത്രമാത്രം വാട്സപ്പ് ചാനലിൽ ഫോളോവേഴ്സ് ഉള്ള ഒരു പെൺകുട്ടി. അതായത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ 29ാം സ്ഥാനം, അങ്ങനെ എന്താണ് ടോട്ടൽ 29ാം സ്ഥാനത്തിൽ നിൽക്കുന്ന പെൺകുട്ടിയാണ്. ഇത്രയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ നിൽക്കാൻ പോകുന്ന ആലോചിച്ച് നോക്കിയേ. അപ്പൊ നമ്മുടെ ഈ വീഡിയോ വൈറലാവാൻ ജസ്റ്റ് ലിങ്ക് അവിടെ ഷെയർ ചെയ്തല്ലേ? ജസ്റ്റ് ഇത് പാറ് എന്ന് പറഞ്ഞ ഒരു ജസ്റ്റ് പാറ് എന്ന് പറഞ്ഞ ഒരു സാധനം മാത്രം നമ്മൾ പറക്കും. ഓക്കെ, വാട്സപ്പ് ചാനലിനെ പറ്റിയിട്ടൊക്കെ ശരിക്കും ഈ സോഷ്യൽ മീഡിയയിലെല്ലാം ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റിയിട്ടൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. വാട്സപ്പ് ചാനലില് തുടക്കം ഇത് എനിക്ക് എന്താണെന്ന് അറിയില്ലായിരുന്നു. ആരാ പറഞ്ഞു ഇതിനെ പറ്റിയിട്ട്? ഇതെനിക്ക് പറഞ്ഞു തന്നത് ജിനൂബൻ എന്ന് പറഞ്ഞ സാറാ, മെറ്റയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന, ഇപ്പൊ റിസൈൻ ചെയ്തു. സാർ ഇപ്പൊ ആക്ട് ഒക്കെ ചെയ്യുന്നുണ്ട്. പറഞ്ഞതുകൊണ്ട് സാറ് റിസൈൻ ചെയ്തു? അല്ലല്ല, ടെക്നിക്ക് വല്ലതും പറഞ്ഞു ഉണ്ടായിരുന്ന ആളാ. അല്ല, എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, അതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. മെറ്റയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാള് ബ്രോ എനിക്കിങ്ങനെ പറഞ്ഞു തന്നായിരുന്നു. ഇതില് ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലെ പോലെ തന്നെയാ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്, പിക്ചേഴ്സ്. ഇന്ററാക്ട് ചെയ്യാൻ പറ്റൂലല്ലോ? നോ, ഒന്നുമില്ല. അവർക്ക് പറ്റും. ഇമോജീസ്, റിയാക്ഷൻസ് മാത്രമേ വെച്ചോളൂ, അത് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനതിൽ അങ്ങനെ എല്ലാം അപ്ലോഡൊക്കെ ചെയ്യും. പിന്നെ ഇടയ്ക്ക് വോയിസ് നോട്ടൊക്കെ എല്ലാവർക്കും സുഖമാണോ, എനിക്ക് സുഖമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടും. അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ട് പെട്ടെന്നൊരു 5 million പെട്ടെന്ന് ആയി. അങ്ങനെ പിന്നെ എനിക്ക് അതിൽ നിന്നൊരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അല്ല അത് പറയാനായിട്ട് ഇപ്പം യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും കുറേ ക്യാമ്പയിൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ട് ഈ വാട്സപ്പ് ചാനലിൽ ഒരു ക്യാമ്പയിൻ, അതും ഭയങ്കര എൻറ്റർലി ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ക്യാമ്പയിൻ. ഇപ്പൊ നമ്മള് ഈ ഫോൺ എടുക്കുമ്പോഴേ ഇമോജി വരത്തില്ലേ, അവിടെ അല്ലാതെ ഈ സ്റ്റിക്കർ പോലത്തെ സാധനങ്ങൾ അങ്ങനെ സംഭവം ഉണ്ടല്ലോ. മീൻസ് എല്ലാ ഫോണുകളിലും iOS ആൻഡ്രോയിഡ് എല്ലാത്തിലും ഒരേ സാധനം വരത്തില്ല. അതുപോലെ ഒരു പുതിയൊരു സംഭവം അവർ ക്രിയേറ്റ് ചെയ്യുന്നത്, മെറ്റ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതില് ഇപ്പൊ എൻ്റെ ഒരു 20 ഇമോഷൻസ്, 20 എണ്ണം എന്തെങ്കിലും പോസ്റ്റുകൾ വയ്ക്കുന്നത് ഭയങ്കര ഇതൊക്കെ ആയിട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പിക്ചേഴ്സ് ഇങ്ങനെ എടുത്തിട്ട് അതിനെ അവർ ഇമോജി ആക്കിയിട്ട് അവിടെ അപ്ലോഡ് ചെയ്യും. ആ ഒരു സെഷനിൽ അപ്ലോഡ് ചെയ്യും. ഫ്യൂച്ചറിൽ എല്ലാവർക്കും അത് വിസിബിൾ, എല്ലാവരുടെ ഫോണിലും നമുക്ക് ഇമോജി, നമുക്കൊരു നമ്മുടെ ഇമോഷൻ എല്ലാവർക്കും അയക്കാം, അങ്ങനെ ഒരു ഇത്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ എനിക്കും ആക്ടർ വിജയ് ദേവരകൊണ്ട 2 പേർക്ക് മാത്രം അത് സെലക്ട് ആയിട്ടുള്ളത്. ഞാൻ പോണു ആവശ്യമില്ല, പെരിയ ആളപ്പാ. ഞാൻ വിളിച്ചില്ല എന്ത് ചെയ്യായിരുന്നു. നമ്മുടെ ഗസ്റ്റ് എങ്ങനെയുണ്ട്? സൂപ്പർ, അടിപൊളി. ഇതുവരെ വന്ന ഗസ്റ്റുകളൊക്കെ എന്റെ പൊന്നെ ഒരു രക്ഷയില്ല, എല്ലാരും അടിപൊളി അടിപൊളി. ഇത് ഒന്നിലൊന്ന് ബെറ്റർ. അങ്ങനെ ഒരു സംഭവം വിജയ് ദേവരകൊണ്ട, വിജയ് ദേവരകൊണ്ട അങ്കിള് സംസാരിച്ചിട്ടുണ്ടോ അപ്പോഴെങ്ങനെ നേരിട്ട്? ഇല്ല, പക്ഷെ ഈ ഒരു ക്യാമ്പയിനിൽ അവരുടെ ടീം സംസാരിച്ചിട്ടുണ്ട്. USD പേയ്മെന്റ് അങ്ങനെ ഉള്ളൊരു മെത്തേഡായിരുന്നു. അപ്പോ എല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബട്ട് ഫ്യൂച്ചറിൽ ഞാൻ ആലോചിക്കണ കാര്യമേ, എന്റെ സ്റ്റിക്കർ നിങ്ങൾക്ക് അയക്കാം. ഓക്കെ ആണോ? അപ്പൊ ഞാൻ എന്ത് ചെയ്യാന്നറിയാവോ, ആ സ്റ്റിക്കറിന്റെ ഇപ്പുറത്ത് ഈ പോഡ്കാസ്റ്റിൽ ഞാൻ അമലയും കൂടെ ഇരുന്ന് സംസാരിക്കുന്ന നീ അമലയും കൂടെ 4 കിലോമീറ്റർ വ്യത്യാസമുണ്ട്, അതുകൊണ്ട് ഒരിക്കലും വരില്ല. ഇനി എഡിറ്റ് ചെയ്ത് കയറ്റിയല്ല രസമായിട്ട് വരില്ല. ഞാൻ ആലോചിച്ച കാര്യം അതല്ല, കോണ്ടന്റ് ക്രിയേഷൻ നമ്മളെ ഏതെല്ലാം റേഞ്ചിൽ എത്തിക്കുന്നു എന്നുള്ളതാണ്. ബട്ട് ഇതൊരു ഇന്റർനാഷണൽ കടന്നുപോയൊരു ഇതാ. ബട്ട് എനിക്ക് ഭയങ്കര ഓപ്പർച്യൂണിറ്റീസ്, ഓഷ്യൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്നാണ് ഇന്ത്യൻ നേവി പറയണത്. അത് മാറ്റി കോണ്ടന്റ് ക്രിയേഷൻ ഓഷ്യൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ഒരാൾ പുതുതായിട്ട് ഇപ്പോൾ കോണ്ടന്റ് ക്രിയേഷനിലേക്ക് കടന്നു വരാൻ നിൽക്കുന്ന ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ബെറ്റർ വേസ് എന്തൊക്കെയായിരിക്കും? ഒരു എങ്ങനെ കൊണ്ടുപോകാം, എന്തൊക്കെ ചെയ്താൽ ഹിറ്റാവും, വൈറലാവാം, അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന കുറച്ച് സജഷൻസ്. ഫസ്റ്റ് അവർ എന്ത് കൈൻഡ് ഓഫ് വീഡിയോ ആണ് ചെയ്യാനായിട്ട് ഫോക്കസ് ചെയ്യണമെന്ന് നമ്മൾ നോക്കണം. പിന്നെ അതിൽ എന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകണം. ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള സാധനം അത്. ഇപ്പോ എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത പോലെ ലിപ്സിംഗ് വീഡിയോ, ഡാൻസിങ് അതൊന്നും അല്ല. എല്ലാരും ഓൺ വോയിസിൽ ഓരോന്നും ചെയ്യാണ്. അപ്പൊ ലിപ്സിംഗ് ഒക്കെ അതിന്റെ കാലം കഴിഞ്ഞു അല്ലേ? അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു എന്നല്ല, ചെയ്യുന്നുണ്ട്. ബട്ട് ഒരു മെജോറിറ്റി ആൾക്കാർ ചെയ്യുന്നത് ഓൺ വോയിസാ. റിലേറ്റബിൾ കണ്ടന്റ്സ് എന്ന് പറയില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അതൊക്കെയാ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്ന പോലെ ഇരിക്കും ആ ഒരു ഇപ്പം എങ്ങനെ പറയാനാ, ഒരു ഓൺ വോയിസ് ചെയ്യുന്ന നമ്മുടെ ആ ഒരു ടോക്ക് ആക്റ്റീവ് ഉണ്ടല്ലോ, അതുപോലെ ഇരിക്കും. ഒരാളെ നമ്മൾ
ഇംപ്രസ് ചെയ്ത് ക്യാച്ച് ചെയ്യുന്ന നമ്മുടെ ഒരു സാധനം ഉം. അങ്ങനെ ഇരിക്കും. ഇപ്പൊ വയസ്സ് ഗസ് അത് ഞാൻ ചോദിക്കണമെന്ന് പറഞ്ഞിട്ടിരുന്നു. ആണല്ലേ? അതെ. ഞാൻ ചോദിച്ചു കുഴപ്പമുണ്ടോ? ഇല്ല, ഒരു കുഴപ്പമില്ല. അങ്കിള് ഗസ് ബ്രോ അങ്ങനെ പറയരുത് please. എനിക്ക് ഉടനെ ഓർമ്മ വരുന്നത് എന്താണെന്നറിയോ, ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് റേഡിയോ കേൾക്കുന്നു. അപ്പം നിങ്ങൾ ആലോചിക്കണം, 15 വർഷങ്ങൾക്ക് മുന്നേ പുള്ളിക്കാരി സ്കൂളിലായിരുന്നു. ഇനി അമലയുടെ കൊച്ചുണ്ടല്ലോ, അപ്പം ആ കൊച്ചു റേഡിയോ കേൾക്കുമ്പോ നീ ഹലോ ഞാൻ ഓക്കെ ഗസ് ഗസ് ചെയ്യട്ടെ. എനിക്ക് ടൈഗർ സിനിമയിലെ സുരേഷ് ഗോപി നേരത്തെ പറഞ്ഞു 27. 22. പോടാ, രണ്ടും തെറ്റി. 24. 24 അല്ലേ? അപ്പൊ ഞാൻ തൊട്ടടുത്തെത്തി. ഞാൻ യൂട്യൂബിൽ ഇപ്പൊ എത്ര ഫോളോവേഴ്സ് ഉണ്ട്? യൂട്യൂബിൽ 2 മില്യൺ ആവാൻ പോകുന്നു. 2 മില്യൺ പോകുന്നു. അപ്പം 4 മില്യൺ ഇൻസ്റ്റാഗ്രാമില്, 2 മില്യൺ യൂട്യൂബില്, പൂട്ടിപ്പോയ ടിക്ടോക്കില് അവിടെ 5 മില്യൺ. 5 മില്യൺ. എല്ലാം കൂടെ കുറെ മില്യൺ ഉണ്ട്. എം കഴിഞ്ഞിട്ട് അടുത്ത് എന്താ പറഞ്ഞ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ബി ആണ് വരുന്നത്. മാസം വരുമാനം ചോദിക്കണോ? എത്ര 0 വരും? എന്തിനാ പിന്നെ പറയേണ്ടത്? ഓക്കെ, എത്ര മാസം എത്ര ഒരു വരും? എത്ര മാസം? അതും ഗസ് ചെയ്യണം. പോട്ടെ. നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഇല്ലേ, അവരൊക്കെ മാസം നമ്മളെ കുറച്ച് ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ മാസം നല്ല രീതിയിൽ കണ്ടന്റ് ഇടുകയാണെങ്കിൽ യൂട്യൂബിൽ നിന്ന് മാത്രം ഒരു 10 ലക്ഷം 15 ലക്ഷം ഒക്കെ 12 കിട്ടുന്ന ആൾക്കാർ, 15 ലക്ഷം 10 ലക്ഷം ഒക്കെ യൂട്യൂബിൽ നിന്ന് മാത്രം കിട്ടുന്നവരുണ്ട്. ഇത് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, അവിടെ നിന്ന് ഇവിടെ നിന്ന് അമ്മ തരുന്ന, അച്ഛൻ തരുന്നത്. ആക്ച്വലി യൂട്യൂബിൽ അത്ര ആക്റ്റീവ് അല്ല. ഓക്കെ, ശരി. മറ്റേ സ്റ്റിക്കർ അയക്കുന്നതിന്, സ്റ്റിക്കർ അയക്കുന്നതിന്, കൊളാബ് ചെയ്യുന്നതിന് എല്ലാം കൂടെ ഒരു മാസം എന്നാലും ഒരു കുറഞ്ഞത് എത്ര രൂപ? ഇൻകം ടാക്സ് എത്തും വീട്ടിൽ. ശരിയാണല്ലോ, അങ്ങനെ ഫയൽ ചെയ്യുന്നുണ്ടായിരിക്കും ഇവര് അല്ലേ? പിന്നെ എത്ര രൂപ ITR ഫയൽ ചെയ്യുന്നുണ്ട്? 8 ലെറ്റ് ഇറ്റ് ബി എക്സ്. എങ്ങനെയുണ്ട്? അങ്ങനെ കേട്ടല്ലേ? കമന്റ് ബോക്സിൽ പറയട്ടെ ആൾക്കാര്. അമലയുടെ മാസ വരുമാനം നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? എത്രയാണെന്നൊന്ന് പറ. അമലയുടെ എപ്പോഴത്തെ മൊത്തത്തിലുള്ള ടോക്ക് നിങ്ങൾ ഇരുന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഗസ് ചെയ്തെടുക്കാം. അമല, അടുത്ത ഒരു 5 വർഷം കഴിയുമ്പോൾ അമല എന്തായി മാറും അല്ലെങ്കിൽ എന്തായി തീരും എന്ന് പറയുന്ന ഒരു, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് 2 years കഴിയുമ്പോൾ മാരേജ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഉണ്ട് ആഗ്രഹം. പിന്നെ എൻ്റെ ഇപ്പോഴെന്ന് പറയുമ്പോൾ ഈ ഒരു ടീസ് ഇല്ലേ, സോ നല്ലപോലെ കൊണ്ടുപോകണം. പിന്നെ അതിന്റെ ഷോപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്, ട്രിവാൻഡ്രം പ്ലാൻ ചെയ്യുന്നുണ്ട്. അടിപൊളി. ട്രിവാൻഡ്രം ട്രിവാൻഡ്രത്ത് അല്ല, മധുരയില് അതുണ്ട്, ഓഫീസ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ട്രിവാൻഡ്രം എന്റെ നാട്, ഞാനിവിടെ. സോ ട്രിവാൻഡ്രത്തെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? ട്രിവാൻഡ്രം അടിപൊളിയാണ്, സൂപ്പറാണ്. ഞാൻ എവിടെയൊക്കെ പോയി കഴിഞ്ഞാലും എനിക്ക് ട്രിവാൻഡ്രമാണ് ഇഷ്ടമുള്ളത്. എന്റെ വീടാണ് ഇഷ്ടമുള്ളത്, എന്റെ റൂമാണ് ഇഷ്ടമുള്ളത്. കിടന്നാൽ എപ്പോഴും നല്ല ഉറക്കം വരുന്നൊരു സ്ഥലം. ട്രിവാൻഡ്രത്ത് ഇപ്പം എപ്പോഴും മോസ്റ്റ് കോമൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പോകുന്ന ഒരു സ്ഥലം, അത് ഏത് സ്ഥലമായിരിക്കും? ബീച്ച്. ശംഖുവോ? അല്ല, കോവളം അല്ല, ഇത് രണ്ടും അല്ലേ? പേര് സെന്റ് ആൻഡ്രീസ് ബീച്ച്. ഹിഡൻ പ്ലേസ് ആയിരുന്നു, ഇപ്പൊ നാട്ടുകാർക്ക് മൊത്തം അറിയാം. അവിടെ ആകുമ്പോ മുഖ്യ ഒരു സൈഡിൽ നിന്ന് കരയാം, ആരും നോക്കൂല. അവിടെ സൈഡിൽ നിന്ന് നമുക്ക് വിഷമം പറഞ്ഞാലും ഒരു ആരും നോക്കൂല. ഇപ്പം കുറെ ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നല്ല നല്ല സ്ഥലം. ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുള്ളതല്ലേ? ഞാൻ അങ്ങനെ അവിടെയാണ് സ്ഥിരമായിട്ട് പോകുന്നത്. ആക്ച്വലി നമ്മള് എന്തെങ്കിലും ഒരു കാര്യം വരെ ഇപ്പൊ അമ്മ ഉണ്ട്, അച്ഛനുണ്ട്, നല്ലൊരു സഹോദരിയുണ്ട്. പക്ഷെ നമ്മൾ ഓപ്പൺ അപ്പായി ഇവരുടെ അടുത്തൊക്കെ സംസാരിക്കും. പക്ഷെ വേറൊരു പേഴ്സണൽ ആള്, ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആരെങ്കിലും, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഈ സുഹൃത്തുക്കളൊന്നും വലുതായിട്ടൊന്നും കാണാറില്ല. പല ഇൻഫ്ലുവൻസേഴ്സും അവരുടെ സുഹൃത്തുക്കളെ പരിചയപ്പെടുന്നുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് കൂടുതലായിട്ട് അവർക്കും അങ്ങനെ അത്ര ഇതല്ല, ഇങ്ങനെയുള്ള ഒരു മീഡിയക്കുള്ളിൽ വരണത്. അപ്പൊ എല്ലാരും ബിഹൈൻഡ് ദ സീനിൽ എല്ലാരും ഉണ്ട്. എന്നാലും ഭയങ്കര കോമൺ ആയിട്ട് എപ്പോഴും കാര്യങ്ങൾ, വിഷമങ്ങൾ വിളിച്ചു പറയും, സന്തോഷം വിളിച്ചു പറയും. അങ്ങനത്തെ ഒരാളുണ്ടെങ്കിൽ അതാരാണ്? ജാൻ. ജാൻ 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 നല്ല പേര്. ജാൻ ജാൻ വിളിക്കുന്നത് നിങ്ങളായിരിക്കും. ഫുൾ നെയിം എന്താണ്? ജാൻ. അതാ എനിക്കിഷ്ടമുള്ള അവളെ വിളിക്കാനായിട്ട്. അവളാ ഭാഗ്യം. അത് പറയൂല. ജാൻ.
ഒരു ജാനായിരുന്നെങ്കിൽ അല്ലേ? മേരാ ജാൻ നീ ഫെബ് നീ ഇത് പറ. എന്തോന്ന്? മറ്റേ ചോദ്യം ചോദിക്കും, നിന്റെ ഇൻസ്റ്റാഗ്രാമിലെ മറ്റേ സാധനം ലൂക്കിന്റെ അടുത്ത് ചോദിച്ചേ, അതൊന്ന് ചോദിച്ചു നോക്ക്. ലോങ് ഡിസ്റ്റൻസ്. യെസ്. എന്താ ഞാൻ ഈ അടുത്തിടയ്ക്ക് ചെയ്ത് ഭയങ്കരമായിട്ട് വൈറലായ ഒരു സംഗതിയാ. ഈ 2-3 ഉണ്ട്, അതിലൊരെണ്ണം ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഉണ്ടോ? അതല്ലേ ഉണ്ടായിരുന്നു, പറയാം. ഞാനത് പറയാനായിട്ടിരിക്കുകയായിരുന്നു. എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടോ ആ റിലേഷനെ പറ്റിയിട്ട് ഇന്റർവ്യൂലോ? എന്റെ ഒരു ലവ് രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഞാനായിരിക്കും കൂടുതൽ ലവ് ചെയ്യുന്നതും കൂടുതൽ കെയർ അങ്ങനെയുള്ളത്. തിരിച്ചുള്ളത് എനിക്ക് എല്ലാം അത് റൈറ്റ് പേഴ്സണെ കണ്ടുപിടിക്കാത്തോണ്ടായിരിക്കും. റൈറ്റ് പേഴ്സണെ കണ്ടുപിടിക്കാത്തോണ്ടെന്നല്ല, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പറയാം, അതാ എന്റെ ഫസ്റ്റ് ലവ്. എന്റെ സ്കൂൾ വാനിലുള്ള ഒരു ബോയ്. അപ്പൊ ഞാൻ ഈ 7th പഠിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും, പറയാൻ പോയി. പിന്നെ 8th അപ്പോഴും ഞാൻ ആലോചിച്ചു പറയാന്ന്. 10th ഞാൻ പറയാനായിട്ടുള്ള എനിക്ക് നല്ല അടിപൊളി സിറ്റുവേഷൻ കിട്ടിയപ്പോൾ അവിടെയാണ് ട്വിസ്റ്റ്. എല്ലാ വർഷവും ഒരു ഗേളിനോട് സംസാരിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ വന്ന ആ ഒരു 10th ആ ഒരു വർഷവും ആ ഒരു ഗേളിനോട് സംസാരിക്കുന്നു. അപ്പൊ ഞാൻ ചുമ്മാ അവർ സംസാരിക്കുന്നു വിചാരിച്ചു. പിന്നെ ഫ്രണ്ട്സ് പറഞ്ഞു അതായിരുന്നു 3 years ആയിട്ട് അവന്റെ ലവ് എന്ന്. ഹൃദയം പൊട്ടി. കാതൽ വളർത്തേ ഞാൻ എണ്ണ ഇവിടെ ഇരുന്ന് ഒന്ന് അതങ്ങനെ. പിന്നെ എനിക്ക് പിന്നെ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. ബട്ട് ക്രഷ് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ റീൽ ആ ഒരു ടൈം എല്ലാം അതുണ്ടായിരുന്നു. അപ്പോൾ ഒരു 6 months മുന്നേ എനിക്കൊരു 1 year ആയിട്ടുണ്ടായിരുന്ന ഒരു ലവ്. അതെന്ന് പറയുമ്പം ഞാനാ അങ്ങോട്ട് പറഞ്ഞിട്ടില്ല. ഇല്ലല്ല, ഞാൻ പറഞ്ഞു. അപ്പോൾ എന്തോ ഞാനാ എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ എന്തെങ്കിലും ഒരു പൂ കൊടുക്കുന്നതോ അല്ലെങ്കിൽ കാണുന്നതോ ഞാൻ പോയി കാണാൻ വരെ പോയി. ഒരു എഫേർട്ട് എവിടെന്നാ? മലയാളിയാണോ? അല്ല, നോർത്ത് സൗത്ത്. അമ്മ എണീറ്റിരുന്ന് തുമ്മയായിരിക്കും ഇപ്പൊ. അപ്പോ ഒരു 300 kilometer ഒക്കെ നൈറ്റ് ഒക്കെ പോയി. ഇടയ്ക്ക് പോവും അങ്ങനെ. എഫേർട്ട് മച്ചാനെ. ഗ്രീൻ ഫ്ലാഗ് അല്ല, ഗ്രീൻ ഫോറസ്റ്റ് ഇരിക്കുന്നത്. അപ്പൊ ആ പുള്ളിക്കാരൻ വിളിക്കാന്നാണോ അതോ അമലയായിട്ട് ആഗ്രഹിച്ച് അങ്ങോട്ട് പോകുന്നതാണോ? ഇല്ല, കാണാം എന്നുള്ള പറയും. ബട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ലൈക്ക് ഒരു എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ടൈപ്പാ ഞാൻ. അപ്പൊ ഞാൻ ഒന്നും നോക്കിയില്ല, നമ്മളങ്ങ് പോയി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, ദെൻ പിരിഞ്ഞു. പിന്നെ ഇടയ്ക്ക് ഇങ്ങോട്ട് വന്നായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ ഫ്ലവർ ഒക്കെ കൊടുത്ത് ചോദിക്കും. ഇല്ല വന്നിട്ടില്ല. അപ്പൊ ഫ്ലവർ ഒക്കെ കൊടുക്കും. അപ്പൊ എന്നോട് ചോദിക്കും ഇതെന്തിനാ തരുന്നതെന്ന്. മീൻസ് എന്താ മറ്റതാ ഒരു ഉമ്മതോ നമ്മൾ ഭയങ്കര അല്ലല്ല, ഞാൻ പറയുന്നത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള മനുഷ്യനാണ്. ഒരു ഒട്ടും എക്സ്പ്രഷൻ അല്ല, മറ്റേ എക്സ്പ്രസീവ് അല്ലാത്ത. അതെ, ഞാൻ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഒരു ഇപ്പോ ഞാൻ മറ്റേ ഗെറ്റപ്പ് ഇട്ടേക്കണം എന്നേ ഉള്ളൂ പെണ്ണിന്റെ. ബട്ട് പയ്യന്മാർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അങ്ങോട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? ഫ്ലവർ കൊടുക്കുന്നത്, ഒരു സ്ഥലത്ത് പോകാന്ന് പറയുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യം. അങ്ങനെയുള്ള പെൺപിള്ളേരാണ് പയ്യന്മാർക്ക് ആവശ്യം. പയ്യന്റെ തിരിച്ച് സ്നേഹം കിട്ടുന്നില്ലല്ലോ. പക്ഷേ ഞാൻ ചോദിച്ചു, റീല് നിങ്ങൾ ലവ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. വേറൊന്നും കൊണ്ടല്ല, ഇത് ഈ ഒരു ലവ് തുടങ്ങിയ സമയത്ത് എൻ്റെ അടുത്ത് ഒരു 4-5 മാസം വെയിറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ. അപ്പൊ സംസാരിക്കാതിരുന്നു. മീൻസ് പുള്ളിക്ക് വേറെ എന്തോ ഒരു കാര്യം ജോബ് പരമായിട്ടുള്ള. അപ്പൊ ഞാൻ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വെച്ചാൽ ഞാൻ ആ ഒരു ഡിസ്റ്റൻസ് ഒക്കെ വെച്ച് ഓക്കെ ഇങ്ങനെ ഇരിക്കാം. ഇതായിട്ട് ബന്ധമുള്ള അങ്ങനെ എൻ്റെ ആ ഒരു വർഷം ഞാൻ മൊത്തം ഇൻവെസ്റ്റ് ചെയ്ത് തിരിച്ചെനിക്ക് ഒന്നും കിട്ടിയില്ല. ലൈക്ക് ഞാൻ ബോയ്സിന്റെ അടുത്ത് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഒരു പൂ തരിക അല്ലെങ്കിൽ കുടിക്കുക, അതൊക്കെ സന്തോഷമാക്കും, ഭയങ്കര സന്തോഷം. പക്ഷെ നിങ്ങള് എന്താണ് എല്ലാരും അങ്ങനെ ആക്കല്ല അമല. അവിടെ ഇന്ന് ഇവിടെ മുഖത്ത് പൗഡർ പോലും ഇടാത്തമാരെ അവിടെ പൗഡർ ഇട്ടോണ്ടിരിക്കുന്ന അറിയാമോ അമല വരുന്നതായിട്ട്. ക്വാളിറ്റി ടൈം വേണ്ട. അല്ലല്ലോ, അതാ പറയുന്നത്. ഇപ്പൊ നമുക്ക് വേറൊന്നല്ല, റെസ്പെക്ട് എന്ന് പറഞ്ഞൊരു സാധനം ഈക്വൽ ആയിട്ട് ഈ ഒരു ജെൻഡർ ഇതില്ലാതെ റെസ്പെക്ട് അത് വേണം. അപ്പൊ ഈ ഇപ്പൊ നിങ്ങൾ വേറെ എന്തെങ്കിലും വിചാരിക്കും, അത് പറയുമ്പോൾ അത് ശരിയായില്ല വിചാരിക്കും. ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒരു ബോയ്ക്കുള്ള സെയിം കാര്യം ഗേൾസിന് വേണം, ആ ഒരു ഫ്രീഡം. ഇപ്പൊ ബോയ് ജിമ്മിൽ പോകുന്നു, ഓക്കെ, അപ്പൊ ആ ഗേൾ കാർ എടുത്തിട്ട് ജസ്റ്റ് എവിടെയെങ്കിലും ഒക്കെ പോകുന്നു, ജസ്റ്റ് ഒന്ന് കറങ്ങാനായിട്ട്. സോ ഇതിൽ തെറ്റില്ല. എന്തുകൊണ്ടാന്ന് അറിയാവോ? ഇപ്പം നമ്മൾ സിംഗിൾ ആയിട്ടിരിക്കുമ്പോൾ ഒരു ഫ്രീഡം ഉണ്ട്, സെൽഫ് ലവ് എന്നൊക്കെ പറയും. സെയിം സാധനം നമ്മൾ കമ്മിറ്റ് ആയി കഴിയുമ്പോൾ
അതിൽ നമുക്ക് വരാം ആ ഒരു സാധനം. അല്ലാതെ ഒരാളെ ഇഷ്ടപ്പെട്ടെന്നും പറഞ്ഞ് അവർക്ക് വേണ്ടി നമ്മൾ ചേഞ്ച് ആവാനോ അങ്ങനെ ആവശ്യമില്ല. ബട്ട് ഞാൻ എന്നെ ചെയ്തത് അതാണ്. ചേഞ്ച് ആയി അമല. മീൻസ് ഞാൻ അയാൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യം ചെയ്യുന്നുണ്ട്. ബട്ട് അയാൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ല ഞാൻ മനസ്സിലാക്കിയില്ല. ബട്ട് അതെനിക്ക് ഭയങ്കര സാഡ് ആയിപ്പോയി. ഞാൻ എന്നും വിഷമിക്കും ആ ഒരു കാര്യത്തില്. അത് ഏവനുടെ അത് എങ്ങനെ ബ്രേക്കപ്പ് ആയത് എങ്ങനെ അതെങ്ങനെ ലാസ്റ്റ് പറഞ്ഞു എൻ്റെ അടുത്ത്? എന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് നിന്നെ ഇഷ്ടമല്ല, ഞാൻ നിന്റെ ഫ്രണ്ട് ആയിട്ടാ കണ്ടെന്ന്. ഇത്രയും കിലോമീറ്റർ ഒരു വർഷം ഈ കുട്ടിയെ കൊണ്ടൊരു ബ്രേസ്ലെറ്റ് വല്ല വാങ്ങിച്ചു, സ്വർണ്ണം വല്ല വാങ്ങിച്ചു? ഇല്ല. പക്ഷെ ഞാൻ ചെയ്തു, ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള പെർഫ്യൂം ഒക്കെ ഗിഫ്റ്റ് അടിച്ചിട്ടാണോ പറയുന്നത്? കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്തു കുറെ കാര്യങ്ങളൊക്കെ. കൊടുക്കാതെ നന്നായി. വീട് ലാസ്റ്റ് ഞാൻ വീടിന്റെ ഒരു 3 ചാവിയുണ്ട്. അമ്മ, അച്ഛൻ, എന്റെ കയ്യിലായി ചാവി. ഒരെണ്ണം കൂടെ ഞാൻ സെപ്പറേറ്റ് പണി. പിന്നെ എന്റെ അടുത്ത് അച്ഛൻ ചോദിച്ചു ലവ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഈ കഥ ഞാൻ അതുപോലെ പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു നീ വിഷമിക്കൊന്നും വേണ്ട, നിനക്ക് നല്ല അടിപൊളി ആള് വരും, അവൻ പോണെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞു. അവനൊരു നല്ലൊരു റൈറ്റ് പേഴ്സൺ കൈവിട്ട് പോയി എന്ന് വിചാരിക്കുക, അത്രേ ഉള്ളൂ. അപ്പോ എന്തായാലും ആ ഒരു ബോയ് ഇത് കാണും. സോ എനിക്ക് നിന്റെ അടുത്ത് പറയാനുള്ളത്, നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു, ബട്ട് നീ അത് കണ്ടില്ല. ഇറ്റ്സ് ഓക്കെ. ഞാൻ അമല നേരത്തെ പറഞ്ഞില്ലേ, അതായത് മറ്റുള്ള ആൾക്കാർക്ക് കണക്ട് ആവുന്ന രീതിയിലുള്ള കോണ്ടന്റുകളാണ് ഇപ്പോൾ ഓടുന്നതെന്ന്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എൻ്റെ കോണ്ടന്റ് സ്ട്രാറ്റജി മാറ്റിയത്. ഇപ്പം റീസെന്റ് ആയിട്ട് ഭയങ്കരമായിട്ട് വൈറലായ 3-4 ഉണ്ട്. ഒരെണ്ണം എന്ന് പറയുന്ന ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ ചീറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണോ? ഇതാണ് ഞാൻ ചോദിച്ചത്. അമലയുടെ അഭിപ്രായം എന്താ? ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആക്ച്വലി ഇപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നല്ലൊരു ട്രൂ ആയിട്ടിരിക്കണം. ഇപ്പോ നമ്മളിപ്പോ ലവ് ചെയ്തോണ്ടിരിക്കാന്ന് വിചാരിക്കും, ബ്രോ ഇപ്പൊ വേറെ ആളുടെ കൂടെ പോകുന്ന കണ്ടു. സോ ചില ആൾക്കാർ അതിനെ ബോറായിട്ട് പറഞ്ഞു കൊടുക്കും. പക്ഷെ നമ്മളത് കാണുന്ന ഇതിലായിരിക്കുന്നത്, മനസ്സിലായില്ലേ? നമ്മളെ നല്ല രീതിയിൽ കണ്ടാൽ അത് കുഴപ്പമില്ല. ചില ആൾക്കാർ നമ്മളെ മൈൻഡിനെ അതിനെ മിക്സ് ചെയ്ത് വേറൊരു ഇതില് പറഞ്ഞു തരും. നമ്മള് വിശ്വാസം വേണം. വിശ്വാസം ഇല്ലാതെ പറ്റത്തില്ല. എനിക്ക് ആക്ച്വലി ഇങ്ങനെയുള്ളതിലൊക്കെ വിശ്വാസമാണ്. കാരണം നമ്മുടെ കൂടെ ഉള്ള ആള്, ഓപ്പോസിറ്റ് ഉള്ള ആള് നമ്മളെ വിശ്വസിക്കണം, അത്രേ ഉള്ളൂ. സംഭവം ഞാൻ ഇൻഡയറക്ട്ലി ചോദിക്കാന്ന് വിചാരിച്ചതാണ്, പക്ഷെ പുള്ളിക്കാരി എല്ലാം ഇങ്ങനെ പറഞ്ഞ്. ഞാൻ ചോദിക്കാൻ വേണ്ടിയിരുന്നത്, പണ്ട് നമ്മുടെ ലൈഫിൽ എല്ലാം ആയിരുന്നിട്ടും ഇപ്പം നമ്മുടെ ലൈഫിൽ ആരും ഇല്ലാണ്ടായി മാറി ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കാൻ വേണ്ടിയിട്ടിരുന്നതാണ്. പക്ഷെ അതിന് മുന്നേ എല്ലാം ഇങ്ങ് പറഞ്ഞു. അല്ല, ഓപ്പൺ ആയിട്ട് പറയുന്നത് ചിലർ മറച്ചു വെക്കാൻ നോക്കും, പക്ഷെ നമ്മളെ എല്ലാ കാര്യങ്ങളും നമ്മളടുത്ത് ഓപ്പൺ അപ്പ് ആണ്. ആക്ച്വലി നിറയെ ഇൻവെസ്റ്റ് ചെയ്തു അതിൽ ഭയങ്കരമായിട്ട്. എന്ന് വെച്ചാൽ കാശ് പരമല്ല, എന്റെ ഇമോഷൻസ്, എന്റെ കുറേ സംഭവങ്ങൾ. എനിക്ക് ഒരു അബ്രോഡ് പോലൊരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ അതുപോലെ ഞാൻ അത് ഉപേക്ഷിച്ചിട്ട് അങ്ങനെയൊക്കെ ഞാൻ ഇന്നത്തെ കാലത്തെ പിള്ളേർക്കൊന്നും ഒരു ദയാദാക്ഷിണ്യവും ഇല്ല. ബോയ്സ് ചിലപ്പോ അവര് വിചാരിക്കുന്നത് മേ ബി നമ്മൾ അവരെ വിട്ടുപോകുമോ അങ്ങനെയുള്ള സംഭവമായിരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഗേൾസില് മെജോറിറ്റി നമ്മൾ കൂടുതൽ ടൈം അവർക്ക് കൊടുക്കുന്നുണ്ട്, ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ബോയ്സ് അത് മനസ്സിലാക്കും. നിങ്ങൾക്കത് മനസ്സിലാവില്ല, കാരണം നമ്മള് ജെൻസിയാണ്, നിങ്ങള് മില്ലിനിയത്തിന്റെ അപ്പുറമാണ്. അങ്കിൾ പിന്നെ അങ്കിളിന് ഒരു കാര്യം പറഞ്ഞ, പിന്നെ ധനിഷ് അങ്കിളിന്റെ കൂടെ ഉള്ള ഫോട്ടോ ഇല്ല ധനുഷിനെ ഭയങ്കര ആരാധിക്കുന്ന ആളാണ് അമല. ഞാൻ പലപ്പോഴും അമലയ്ക്ക് മെസ്സേജ് അയക്കാൻ നോക്കുമ്പോഴും അമലയുടെ വാട്സപ്പ് DP കാണുമ്പോൾ ദൈവം ഞാൻ ധനുഷിനാണ് മെസ്സേജ് അയക്കുന്നതെന്ന് തോന്നിപ്പോകും. കാരണം ധനുഷിന്റെ ഫോട്ടോ മാത്രമാണ് അമല DP ആയിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ധനുഷിനെ ഭയങ്കരമായിട്ട് ആരാധിക്കുന്നത്. ഈ സ്ഥാനത്ത് രജനീകാന്തോ കമലഹാസനോ വന്നു കഴിഞ്ഞാൽ ധനുഷ്, ഈ 3 പേര് നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് പിക്ക് ചെയ്യുന്നത് ധനുഷിനെ. എല്ലാവരും ഇഷ്ടമാണ്, ബട്ട് ഓൺലി ഡി ആണല്ലേ? എങ്ങനെ ഡിയോട് ഇത്രയും പ്രണയം തോന്നാൻ, അല്ലെങ്കിൽ ഇഷ്ടം എന്ന് പറയുമ്പോൾ ഞാൻ ഫസ്റ്റ് താമസിച്ചിരുന്ന സ്ഥലത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടില് ഇങ്ങനെ തമിഴ് പാട്ടൊന്നും വെക്കത്തില്ല, ഫുള്ള് മറ്റേ ന്യൂസ് അങ്ങനെ എന്തൊക്കെയൊക്കെ വെക്കുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, അപ്പുറത്തെ വീട്ടില് മതില് ചാടി പോയി ഒരു ചേച്ചി അവിടെ തമിഴ് പാട്ട് വെക്കും, എല്ലാ തമിഴ് പാട്ടും വെക്കും. അപ്പൊ ഉങ്ങളുടെ തങ്കച്ചി ആ സമയത്ത് എന്നാ പண்றேன், തങ്കച്ചി വീട്ടില് അപ്പ അമ്മ എവിടെയെങ്കിലും പോയിട്ട് വരുന്നോന്ന് നോക്കും, എന്നിട്ട് സിഗ്നൽ തരും, ഞാൻ ഇവിടെ ചാടി തിരിച്ചു. അത്ര സപ്പോർട്ടീവ് ആയിട്ട് തങ്കച്ചി. ഓക്കെ, അടിപൊളി. തങ്കച്ചി ആരുടെ ഫാന്? ധനുഷ് താനെ അല്ല, ആരുടെ ഫാന്? SSRന്റെ മരിച്ചു. സോ അങ്ങനെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ കുറെ നാളിന് ശേഷമാണ് കമ്മത്താൻ കമ്മത്ത് എന്ന് പറഞ്ഞ സിനിമ ഞാൻ കാണുന്നത്. മമ്മൂട്ടിയും ദിലീപും. ഞാൻ അതിലാണ് ആദ്യമായിട്ട് കാണുന്നത്. ഈ വയസ്സ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്നെ ടാർഗറ്റ് ചെയ്യുന്നത് ഒരുമാതിരി. അതെന്താ അങ്ങനെ വരണേ? അത്
നമ്മൾ ചിലപ്പോ- യങ്സ്റ്റേഴ്സിന്റെ ഇല്ല, കൂടെ ഞാൻ ഇരിക്കുമ്പോൾ പറഞ്ഞുതരാം. ഇല്ല ബ്രോ അതല്ല പൗഡർ ഇട്ടവൻ എണീറ്റ് പോടാ ബ്രോ അതല്ല ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ അത് ചെറുതായിട്ടിരിക്കുന്നത് തോന്നണതായിരിക്കും. വേറൊന്നല്ല, എനിക്ക് എല്ലാ വർഷവും ഞാൻ ഒരുപോലെയാണെന്ന് എൻ്റെ അടുത്ത് എല്ലാവരും പറയും കാണാനായിട്ട്. അത് എനിക്ക് അറിയത്തില്ല. ശരിയാണ്, ശരിയാണ്. ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട്, കഴിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്. ഏജ് ഈസ് ജസ്റ്റ് നമ്പേഴ്സ് ബ്രോ. പറയേ. അപ്പോ ധനുഷ് അതിലാ ഫസ്റ്റ് ആയിട്ട് കാണുന്നത്. പിന്നെ അതിനുശേഷം ഞാനിങ്ങനെ കൂടുതൽ അറിയാൻ ശ്രമിച്ചു. അപ്പൊ പിന്നെ മനസ്സിലായി ധനുഷ് അല്ല ഒറിജിനൽ പേര്, വെങ്കിട് പ്രഭു എന്ന ഒറിജിനൽ പേര്. സിനിമയ്ക്ക് വേണ്ടി ധനുഷ് എന്ന ഇട്ട പേരാ. അങ്ങനെയാ ഞാൻ അറിഞ്ഞത്. ധനുഷായിട്ട് സംസാരിക്കാനോ നേരിട്ട് കാണാനോ മീറ്റ് പറ്റി. അപ്പോഴാ ആ ഒരു ഫോട്ടോ എടുത്തേക്കുന്നത്. അത് ആക്ച്വലി മധുരയിൽ തന്നെ വേറൊരു മൂവിന്റെ ഷൂട്ടിന് എന്തോ വന്നേ. അപ്പൊ ഞാനിങ്ങനെ അറിഞ്ഞു അവിടെ ഉണ്ടെന്ന്. പിന്നെ ഞാൻ പോയി 400-നകത്ത് എന്തോ ഉണ്ട്. അത് കുറെ ദൂരം ഉണ്ട് മധുരയിൽ നിന്ന് തന്നെ. അപ്പോൾ പെട്ടെന്ന് പോയി എടുത്ത് നിങ്ങൾ വിചാരിക്കും, അങ്ങനെയല്ല. ഞാനൊരു ഫാനാണ്, ഒരു 7 years ആയിട്ട് ഫാനാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു 10-20 ബസ് പിടിച്ച് ആൾക്കാര് തിരുനെൽവേലി, തഞ്ചാവൂർ, അങ്ങനെ കുറേ സ്ഥലത്തു നിന്നൊക്കെ വരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ആരത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ മേ ബി എന്നെ അകത്ത് കൊണ്ടുപോകും. പക്ഷെ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. എല്ലാവരെയും പോലെ 8 മണിക്കൂർ പുറത്തിരുന്ന് ഓരോ ഇപ്പം നമ്മുടെ ഇവിടെ ഓരോ ഈ ട്രിവാൻഡ്രം, കൊല്ലം അങ്ങനെ പറയത്തില്ല, അതുപോലെ ഓരോ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ആ ഓരോ മാവട്ടം എന്നാ പറയുന്നതിന്. അപ്പോൾ ആ ഓരോ സ്ഥലങ്ങളെ കൊടുത്ത് ലാസ്റ്റ് മധുരയ്ക്ക് ഷൂട്ട് കറക്റ്റ് 8 മണിക്കൂറായി. ഞാൻ എത്തിയത് രാവിലെ 6 മണിക്ക് എത്തിയതാണ്, 11 മണിക്ക് ഷൂട്ട് എന്ന് പറഞ്ഞിട്ട്. മീൻസ് എല്ലാവർക്കും ഫോട്ടോ കൊടുക്കുന്നതെന്നുള്ളത്. അങ്ങനെ ഞാനിങ്ങനെ ഇരുന്ന് വെയിറ്റ് ചെയ്ത് അമ്പലത്തേക്ക് ഉറങ്ങി, കഴിച്ചു, ഭയങ്കര കുറേ എനിക്ക് വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് എത്തി. അങ്ങനെ എല്ലാവരും കൊണ്ടുപോയി റൂമിലാണ് എടുത്തത്. അങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്നെ പഠിக்கிறീങ്ക എന്ന് ചോദിച്ചു. എന്നെ കണ്ടപ്പോൾ തന്നെ അങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കാന്നുള്ളത്. അങ്ങനെ പെട്ടെന്ന് ഷൂട്ട് എടുത്തു, പോയി. പെട്ടെന്നായിരുന്നല്ല, എനിക്കാണെങ്കിൽ ഫോളോവേഴ്സ് ഇങ്ങനെ ഞാനിങ്ങനെ സോഷ്യൽ മീഡിയ ഇത് ആക്ച്വലി ഒരു ഫാൻസിന് ഷൂട്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഞാൻ അറിഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ പോയതാ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ എടുക്കണമെന്നുള്ളത്. സോ പെട്ടെന്ന് പോയൊന്നും അങ്ങനെ എടുക്കാതെ കുറേ ടൈം എടുത്ത്. നമ്മളൊരു ഫാൻ എന്ന് പറയുമ്പോഴേ നമ്മൾ അങ്ങനെ അവരെ പോയി കണ്ട് എടുക്കുമ്പോൾ അത് കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയാണ്. മറക്കാനാവാത്ത സെലിബ്രിറ്റീസ് തിരിച്ചറിഞ്ഞ ആ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടായിരിക്കുമല്ലോ. അങ്ങനെ ചില സെലിബ്രിറ്റീസ് നമ്മൾ വീഡിയോ ഇപ്പൊ എനിക്ക് ഈ സമയത്ത് എനിക്കൊരു കാര്യം തോന്നുന്നുണ്ട്. ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് ഇങ്ങനെ നോക്കുമ്പം ഓരോ സെലിബ്രിറ്റി ആൾക്കാരുടെ കുറേയൊക്കെ ഇങ്ങനെ അക്കൗണ്ട് നോക്കും. ഇതിൽ പലരും എന്നെ ഫോളോ ആയിരിക്കത്തില്ല, മീൻസ് സിനിമയിലുള്ളവർ. പക്ഷെ അവരുടെ ഫോളോയിങ് എടുത്തു കഴിഞ്ഞാൽ പല ആൾക്കാരും എന്നെ ഫോളോയിങ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഞാൻ ആലോചിക്കും, ഇങ്ങനെ സെലിബ്രിറ്റീസിന്റെ എടുക്കുമ്പോൾ അവരുടെ ആൾക്കാരൊക്കെ ഫോളോ ചെയ്യുമ്പോൾ എന്നറിയല്ലേ, അങ്ങനെ ഭയങ്കര സന്തോഷം തോന്നി. അത് അങ്ങനെ തോന്നിയിട്ടുണ്ട്. പിന്നെ ആരൊക്കെയാണെന്ന് എന്നെ വേറൊരു സെലിബ്രിറ്റി എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് മൂവി എന്നുള്ള സ്വാതി എന്ന് പറയും. സുബ്രഹ്മണ്യപുരം സിനിമ മാം എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് റീസെന്റ്. ഭയങ്കര സന്തോഷമായി. അത് ഞാൻ ഒരു റീക്രിയേഷൻ ചെയ്തായിരുന്നു. എന്നെ കുറെ പേര് പറയും അങ്ങനെ അവരെ പോലെ ഉണ്ട് കാണാനെന്ന്. അപ്പൊ ഞാൻ ഓക്കെ അങ്ങനെ ഞാൻ ചെയ്തു. അവര് കണ്ടത് സ്റ്റോറിയൊക്കെ ഇട്ടു. അതുപോലെ ഉണ്ടല്ലോ, നല്ല ഇതായിട്ടുണ്ട്, അങ്ങനെ ഒക്കെ പറഞ്ഞു. സോ അതെനിക്ക് സന്തോഷമായി. അങ്ങനത്തെ കാര്യം. സിനിമ കോൾസ് ഒക്കെ ഏതൊക്കെയാ വന്നിരിക്കുന്നത്? ഇങ്ങനെയാണ്, എന്താണ് നമുക്ക് കാണാൻ പറ്റും? കോഴ്സ് എന്ന് പറയുമ്പോഴ് എങ്ങനെ പറയാനാ, ഭയങ്കര ഈ 23 നവംബറിൽ ഒരു ഭയങ്കര ഒരു ബിഗ് പ്രോജക്റ്റിന്റെ ഒരു ഭാഗമാവാനായിട്ട് എനിക്ക് ഓഡീഷന്റെ ഒരു ഭാഗമാവാനായിട്ട് കഴിഞ്ഞു. ഞാനത് പറയാം എന്താ വെച്ച് കഴിഞ്ഞാൽ, കുബേര മൂവി കണ്ടായിരുന്നു, ധനുഷ് ആൻഡ് രാഷ്മിക മന്ദന. സിനിമ കണ്ടില്ല, അറിയാമല്ലോ. ശേഖർ കമുല എന്ന് പറയുന്ന ഒരു സാറിന്റെ നല്ല ലെജൻഡ് ആയിട്ടുള്ള ഡയറക്ടർ. ഹാപ്പി ഡേയ്സ് കണ്ടിട്ടുണ്ടോ? ഫിദ, സായി പല്ലവി ഒക്കെ അഭിനയിച്ചിരിക്കുന്ന ആ ഡയറക്ടറിന്റെ മൂവിയാണ് അത്. അപ്പൊ അതില് ധനുഷിന്റെ സിസ്റ്റർ ആയിട്ടൊരു ക്യാരക്ടർ. അപ്പൊ അതിന്റെ അമിഗോ ക്രിയേഷൻ എന്ന് പറയുന്ന പ്രൊഡക്ഷനിൽ നിന്ന് സാറിന്റെ അസിസ്റ്റന്റ് അമൂല്യ എന്ന് പറഞ്ഞൊരു മാമ മെസ്സേജ് അയച്ചത്. ഞാൻ ഈ ഫാനായിട്ടിരുന്ന് ദൈവമേ സാറിന്റെ കൂടെ അഭിനയിക്കാനോ, അയ്യോ എനിക്ക് ഭയങ്കര സന്തോഷമായി. സിസ്റ്റർ എന്നൊക്കെ പറഞ്ഞപ്പോഴും എനിക്ക് ഈ സിസ്റ്റർ അല്ലെങ്കിൽ ഒരു നല്ലൊരു ക്യാരക്ടർ, കുറച്ച് ഡയലോഗ് ഉള്ളത്, ഒരു 10 വർഷം കഴിഞ്ഞാലും ആ കുട്ടിയാണ് ചെയ്തത് എന്നുള്ളൊരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ ഐ എം ഹാപ്പി. നല്ലൊരു സംഭവം. അതാ എനിക്ക് ഇഷ്ടമുള്ളത്. അപ്പൊ എനിക്ക് കുറേ വന്നിട്ടുണ്ട്. ഞാൻ ഓഡീഷൻ കുറേ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് വീട്ടിൽ നിന്ന് കൊടുത്താൽ മതി വീഡിയോസ്, അവരൊരു കണ്ടന്റ് പറയുക ചെയ്യണം. അങ്ങനെ അത് ചെയ്ത് അത് കൊടുത്തു. അൺഫോർച്ചുനേറ്റ്ലി അത് വേറെ ആൾ ചെയ്തു. പിന്നെ
എന്ന് വെച്ച് വിഷമം ഉണ്ടായിരുന്നു, പക്ഷെ അതെന്താണെന്ന് കാണാനുള്ളൊരിതുണ്ടായി. അങ്ങനെ മധുരയിൽ പോയ സമയത്ത് കണ്ടു. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിസ്റ്റർ റോള് വരുന്ന ആള് പ്രഗ്നന്റ് ആയിരിക്കുന്ന ഒരു സീന. അപ്പോൾ എന്നെക്കാളും കുറച്ചൊരു വണ്ണം ഉള്ളൊരു ആൾ വേണം. അതായിരുന്നു സംഭവം. ഞാൻ ഭയങ്കര തിന്നായിരുന്നു ആ ഒരു സമയത്ത്. അങ്ങനെ ഞാൻ ആക്ച്വലി ഇത് ഒരിടത്തും പറഞ്ഞിട്ടില്ല. എന്റെ സ്റ്റോറി കൂടെ ഞാൻ ഇട്ടപ്പോഴും ഏഷ്യാനെറ്റ് ന്യൂസ് അതിനെടുത്ത് ഇട്ടു ഇങ്ങനെ ഒരു സംഭവം എന്നും പറഞ്ഞു. അപ്പൊ ഞാനതിൽ ഗർഭിണിയാവാൻ പറ്റിയില്ല, അതുകൊണ്ട് എടുത്ത് കളഞ്ഞു. നിങ്ങൾക്ക് ഇതുപോലെ എന്തോ എനിക്ക് ഭയങ്കര ഒരു വലിയ സിനിമ, കാരണം നമ്മുടെ റീലുകൾ എല്ലായിടത്തും എത്തൂടാ. നമ്മൾ വിചാരിക്കും പോലെ അല്ല. നമ്മുടെ റീലുകൾ സെലിബ്രിറ്റീസിന്റെ അടുത്ത് വളരെ ഈസി ആയിട്ട് എത്തും. കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, അവർ സ്ക്രോൾ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഈ വരുന്നതാണ്. അങ്ങനെ എനിക്കൊരു കോള് സിനിമയിൽ വന്നു. ആ സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ വേണ്ടിയിട്ട് പോയി, അല്ല കഥ കേൾക്കാൻ വേണ്ടി പോയി. പക്ഷെ ആ സിനിമ ഒന്ന് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. അതൊരു സ്വപ്നമായിരുന്നു. വൻ പടം എന്ന് വെച്ചാൽ വൻ പടം. നടക്കോ ഇല്ലയെന്ന് അറിയില്ല, പക്ഷെ അത് ഇപ്പോൾ ഒരു ഡ്രോപ്പിന്റെ വക്കിലാണ്. റീസെന്റ് കൂടെ ഞാനൊരു ഓഡിഷന്റെ ഇതിന് പോയായിരുന്നു. നല്ലൊരു പ്രൊഡക്ഷനാണ്. അതിൽ കാസ്റ്റിംഗ് എല്ലാം നല്ല സ്റ്റാഴ്സ് എല്ലാവരും. അപ്പോൾ അതിൽ സിസ്റ്റർ തന്നെയാണ്. വീട്ടിൽ വെച്ചിട്ട് 8 പ്രാവശ്യം എന്നെ കൊണ്ട് ആ സെയിം സാധനം എടുപ്പിച്ചു. പിന്നെ ചെന്നൈ പോയിട്ട് എടുപ്പിച്ചു. പിന്നെ തിരിച്ചു വന്നിട്ട് ഒന്നുകൂടെ വേണമെന്ന് പറഞ്ഞു. ടോട്ടൽ എത്രയായി? 3, 8, 7 തവണ 8 പിന്നെ 2 പ്രാവശ്യം 10 സംതിങ് ആയി. ലാസ്റ്റ് പിന്നെ എനിക്ക് റിപ്ലൈ ഒന്നുമില്ല. പിന്നെ നോക്കുമ്പോ അതിന്റെ പൂജ അതില് സിസ്റ്ററായിട്ട് വേറെ ആള്, അതെനിക്ക് അറിയാന്നുള്ള ഒരാളായാലും സിസ്റ്ററായിട്ടുള്ളത്. ഇല്ല, പെട്ടെന്ന് എനിക്ക് സങ്കടമായി. കണ്ണെല്ലാം അങ്ങ് നിറഞ്ഞു. കാരണം എല്ലാത്തിനും ഈ ഒരു കാര്യം പാരന്റ്സിൻ്റെ അടുത്ത് പറഞ്ഞില്ല ഓഡീഷന് പോകുന്നത്. കാരണം നടന്നിട്ട് നല്ല ഒരു ഹാപ്പി ആയിട്ട് പറയാന്നുള്ളൊരിതില് സിസ്റ്ററിനും ഭയങ്കര സങ്കടം ഭയങ്കരമായിപ്പോയി. ശരിക്കും നമ്മൾ കാണുന്ന അമല ഷാജിയെ റീലിലൂടെ കാണുന്ന നമ്മൾ സിനിമയിലൊക്കെ കമ്മിറ്റായി കുറെ പടങ്ങളിലൊക്കെ അഭിനയിക്കാൻ വേണ്ടി പോകുന്നു എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. പക്ഷെ ഇതാണ് പിന്നാമ്പുറ കഥകൾ. ഞാൻ ഇഷ്ടംപോലെ ഓഡീഷൻസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഇഷ്ടംപോലെ. ഡയറക്റ്റ് കോളുകളൊന്നും അങ്ങനെ വന്നിട്ടുള്ളതാണ് ഈ ധനുഷിന്റെ ഇത്. സിനിമ അത്രയ്ക്ക് ഇൻട്രസ്റ്റാ? ഇഷ്ടമാ. ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ക്യാരക്ടേഴ്സ് ഇഷ്ടം. നിങ്ങൾക്ക് സിനിമ എനിക്കിഷ്ടമാണ്, പക്ഷെ ഇപ്പൊ എന്തോ കുറച്ച് താല്പര്യം കുറഞ്ഞു. എനിക്ക് ഒട്ടുമില്ല അഭിനയിക്കാൻ താല്പര്യം. കാരണം എനിക്ക് അതിന്റെ ഉള്ള കഴിവില്ല. അപ്പൊ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. നമുക്ക് എല്ലാവർക്കും എല്ലാ കഴിവും ഉണ്ട്. പക്ഷെ നമ്മള് ഒന്നൊന്ന് വിചാരിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു സാധനം നമ്മള് പുറത്തു കൊണ്ടുവരുന്നു. പിന്നെ അത് പലർക്കും ഇഷ്ടപ്പെട്ട് അത് പിന്നെ റണ്ണായി അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഫാക്ട്. സത്യത്തിൽ അതാണ്. ഞാൻ വേണമെങ്കിൽ ഇപ്പൊ പറയും, എനിക്ക് വരയ്ക്കാൻ അറിയാം, എനിക്ക് പാട്ട് പാടാൻ അറിയാം. എല്ലാവർക്കും എല്ലാം ഉണ്ട്. നമ്മള് അതിനെ യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും. ആദ്യമേ പറഞ്ഞായിരുന്നു നല്ല പാട്ടുകാരിയാണ്. ആക്ച്വലി ഇതെന്റെ ബോയ് ഫ്രണ്ടിന് വേണ്ടി ഞാൻ പാടുന്ന അല്ല, അങ്ങനെ ആയിരുന്നു ഞാൻ. മോളെ എനിക്കല്ലല്ലോ, ലവന് വേണ്ടിട്ടല്ലേ പാടുന്നത്. അപ്പോ അമല ഷാജിയുടെ ബോയ് ഫ്രണ്ടിന് വേണ്ടിയിട്ട് പാടാൻ വെച്ചിരുന്ന പാട്ട് എനിക്ക് വേണ്ടിട്ട് പാടിത്തരുന്നു. എല്ലാവർക്കും വേണ്ടി നിങ്ങൾ അത് എടുത്തോളൂ. മണിപ്പായാണ് എനിക്ക് ഇഷ്ടമുള്ള സോങ് ഇത്. എൻ വാഴ്വിൽ വന്നാய் കണ്ണാനി പോവായോ കാതൽ നീ പോലെ തോന്നും அனைவரும் உறங்கிடும் இரவினில் நேரம் எனக்கது தலையணை நனைத்திடும் நேரம். ஒரு நாள் சிரித்தேன், மறுநாள் வெறுத்தேன், உன்னை நான் கொல்லாமல் கொன்று புதைத்தேனே. மன்னிப்பாயா 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 മണ്ണിപ്പായാ മണ്ണിച്ചാച്ച് இந்த மாதிரி പാട്ട് നീ നിന്നെ പറ്റിയ പാടിയ പാഴ മലയാളത്തിലെ പാഴ. இந்த மாதிரி പാട്ട് ഞാൻ ജീവിതത്തിൽ നിനക്ക് മുടി തരത്തില് സിനിമയിലൊരു ഡയലോഗ് ഉണ്ട്, അത് ഞാൻ അടിക്കാൻ പോയത്. അതിന് പിന്നെ വേണ്ട. ഓക്കെ, ഇത്രയൊക്കെ തന്നെയാണല്ലേ നമ്മൾ പറയേണ്ടത്. കുറെ കാര്യങ്ങൾ സംസാരിച്ചാൽ മതി. നല്ല രസമുണ്ടായിരുന്നു. ഡീപ്പായിട്ട് കുറെ കാര്യങ്ങൾ സംസാരിച്ചു. ഭയങ്കര സന്തോഷം തോന്നി. ശരിക്കും അമല എങ്ങനെയാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് നമുക്ക് എന്താ പറയാൻ വന്നത്? ഇല്ല, കുറെ പേര് ഈ അമല ഷാജി റീലിൽ നിന്ന് ഡാൻസ് ചെയ്യുന്ന കഴിഞ്ഞ ഇത്രയുള്ളൂ, അടച്ചു വെക്കാം. പോഡ്കാസ്റ്റ് ആദ്യമായിട്ടാ ജീവിതത്തിലെ? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അടിപൊളി. അതാണ്, അതറിഞ്ഞാൽ മതി.
പാവങ്ങളുടെ നമ്പർ 1 പോഡ്കാസ്റ്റ് വന്നൊരു പാവത്താനെ പോലെ. നമ്മുടെ പോഡ്കാസ്റ്റിൽ വന്നതിൽ വെച്ചിട്ട് ഏറ്റവും ഫോളോവേഴ്സ് ഉള്ള വ്യക്തിയാണ്. 15 വർഷം എന്തുവാ അല്ല 15 വർഷം എന്ന് പറയുമ്പോ എന്റെ കണക്ഷൻ അങ്ങനെ. ഒരു കാര്യം, 10 വർഷം മുന്നേ ഉള്ള അമലാ ഷാജിക്ക് ഇപ്പോൾ ഉള്ള അമലാ ഷാജിയോട് എന്താണ് പറയാനുള്ളത്? എന്നോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോടല്ല പറയേണ്ടത്, ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന്. അതിനു മുന്നേ എന്നെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടുള്ളവര് ഇപ്പൊ എല്ലാം ആരും എൻ്റെ അടുത്ത് മിണ്ടില്ല. ഞാൻ മിണ്ടിക്കഴിഞ്ഞാൽ നിനക്ക് ജാടയാ എന്നുള്ള രീതിയിൽ പോകും. അതെനിക്ക് ഭയങ്കര വിഷമായി പോയി. ഞാൻ അന്ന് ഇന്ന് ഒരുപോലെയാണ്, ഒരു ചേഞ്ചും ഇല്ല. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു അമല, തിരക്കിട്ട ടൈമിൽ ഓടിയെത്തി. ഇനി എന്താണ് പരിപാടി? നേരെ മധുരൈ? ഇനി പരിപാടി ഉണ്ട്, മധുരയിൽ പോണം. അതുപോലെ നമ്മുടെ പോഡ്കാസ്റ്റിൽ വന്നിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഇനി അടുത്ത തവണ വിളിക്കുമ്പോൾ അത് 10 മില്യൺ ആവട്ടെ. അതെ, താങ്ക് യു. ഓക്കെ ഗൈസ്, താങ്ക് യു വെരി മച്ച്, ലവ് യു, ബൈ. അമൃത അപ്പുറത്തിരിക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എന്റെ കണ്ണിങ്ങനെ തെന്നിപ്പോകുന്ന അമൃതയിലേക്കാണ്. ഞാൻ ഫോക്കസ് ചെയ്യുന്ന ക്യാമറയുടെ തൊട്ട് പിറകിലായിട്ടായി. ഒരു ഹായ് പറയിപ്പിക്കായിരുന്നു. ഹായ് പറഞ്ഞ അമൃത. ഹായ്. ഓഡിയോ വരും. ഹായ്.